السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ അൻആം 71. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا. قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن نقيموا الصلاة واتقوه وهو الذي إليه تحشرون. وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മൾ ഓതി വെച്ച ആയത്ത്, 3 ആയത്തുകൾ നമ്മൾ ഓതി. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് ചില ആവശ്യങ്ങൾ അവര് വളരെ തന്ത്രപരമായിട്ട്, മുശ്രിക്കീങ്ങളാണ്, അവര് ആവശ്യപ്പെട്ടെന്താ അറിയോ, ഒരു കൊല്ലം എല്ലാവരും അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക്, ലാത്ത ഉസ്സ അടക്കമുള്ള വിഗ്രഹങ്ങൾക്ക് ആരാധിക്കാം. പിന്നെ അടുത്ത വർഷം എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കാം. അത് വലിയ ഒരു ഗൂഢതന്ത്രമായിരുന്നു. അവർക്കിപ്പോ അങ്ങനെ പറയുന്നതിൽ പ്രത്യേകമായ ഒരു നഷ്ടവും അവർക്ക് വരാനില്ല. ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഈ ഏകദൈവ വിശ്വാസം, ആ സിദ്ധാന്തത്തെ, അതിന് തടയിടുക, ആ പ്രബോധനത്തിന് തടയിടുക, ആളുകളെ പിറകോട്ട് വലിക്കലാണോ ഉദ്ദേശം. അപ്പൊ ഇവരിങ്ങനെ കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ അവര് പറഞ്ഞതാണ്,
നമ്മൾ തമ്മിൽ ഞങ്ങളെ പൂർവ്വ പിതാക്കളെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണമെന്ന് താങ്കൾ പറയുമ്പോൾ ഇവിടെ സംഘർഷം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാനുള്ള ഒരു ഐക്യത്തിന്റെ ഒരു ഫോർമുല ഒരു വെച്ച ഇതാണ്: ഒരു കൊല്ലം എല്ലാവരും അള്ളാഹ്ക്ക് ആരാധിക്കുക, അടുത്ത കൊല്ലം എല്ലാവരും വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുക, അങ്ങനെ ഊഴമായിട്ട് അങ്ങനെ പോകാം. എന്നാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ സമയത്താണ് ഇത് ഇറങ്ങുന്നത്. ഇത് മാത്രമല്ല, ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏതാ? കാഫിറൂന, കുലിയായുൽ കാഫിറൂന. ഈ കുലിയായുൽ കാഫിറൂനാണ് ആദ്യം ഇറങ്ങിയിട്ടുള്ളത്. പിന്നെയാണ് അതിന്റെ ഒരു വിശദീകരണമാണ് പിന്നെ ഇത്. കുലിയായുൽ കാഫിറൂനിൽ പറയുന്നത് തന്നെ അതാണല്ലോ. അതായത് ഓര് പറയുന്നത് ഞങ്ങളങ്ങനെ അള്ളാഹ്ക്ക് കുറച്ച് ഞങ്ങൾ ആരാധിക്കാം, നമുക്കൊരു സെക്കൻഡ് പോലും ആരാധിക്കൽ പോയിട്ട് ചിന്ത പോലും പറ്റൂല അങ്ങനെ. അപ്പൊ അതിന് ആദ്യം അള്ളാഹു തആല മറുപടി കൊടുത്തത് എങ്ങനെയാണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോഴാണ് അത് ഇറങ്ങുന്നത്. പറയുക നബിയേ, ഓ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും അഅബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. അതായത് ഞാൻ ആരാധിക്കുന്ന അള്ളാഹ്ക്ക് നിങ്ങളും ആരാധിക്കുന്നില്ല. വീണ്ടും അതേത് ആവർത്തിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോന്ന് ഈ രണ്ട് തവണ വന്നു. അതായത് വർത്തമാനകാലത്ത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹ്ക്ക് നിങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഞാൻ ഭാവിയിൽ ഒരിക്കലും ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്ന റബ്ബ് നിങ്ങളും ഭാവിയിൽ ഒരിക്കലും ആരാധിക്കൂല. അപ്പൊ അതൊരു പ്രവചനം കൂടിയാണ്. ആ വന്നവരിൽ ആരും പിന്നെ ഇസ്ലാം സ്വീകരിക്കൂലെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വരുമ്പോൾ സാധാരണ ഇയാളുണ്ടായിരുന്നു. ആരെ അറിയോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിന്നെ മൂപ്പര് നന്നായി, പക്ഷെ ആ വരവിൽ മൂപ്പരില്ലായിരുന്നു. കാരണം മൂപ്പർക്കുള്ള ഹിദായത്ത് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് മൂപ്പരിൽ വെട്ടില്ല. ആ വന്ന് പറഞ്ഞവര് ആരും ഇസ്ലാം സ്വീകരിച്ചതുമില്ല. അപ്പൊ നമ്മള് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നത് പിന്നെ അതാണല്ലോ. എന്തിനാ? അല്ലെങ്കിൽ നമ്മളെന്തിനാ കുഴപ്പം? നമ്മൾ കുഴപ്പം പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളത്, നമുക്ക് നമ്മളത്, പിന്നെ എന്തിനാ നമ്മൾ കുഴപ്പം? നമ്മൾ അങ്ങോട്ടും കൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ. ഏറ്റുമുട്ടുന്ന ഒരു പ്രശ്നം, സംഘർഷത്തിന്റെ ഒരു പ്രശ്നം അവിടെ ഉത്ഭവിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു. ഈ കാഫിറൂനൊക്കെ വലിയ മഹത്വമുള്ളോ. കാഫിറൂന ഇഖ്ലാസ് ജോഡിയാണ്. അതുകൊണ്ടാണ് അതിന് ഫലക്ക് നാസ് മുഅവ്വിദത്താനി എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും മുഖഷ്കിഷത്താനിയാണ്. തൗഹീദാണ് ഉറപ്പിക്കുകയാണ് രണ്ടിലും. അതുകൊണ്ടാണ് അത് രണ്ടും എപ്പോഴും ഒപ്പം വരുന്നത്. കാഫിറൂന ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി അതിന് ഒരല്പം കൂടി വിശദീകരണം കൊടുത്തിട്ടാണ് ഇനി നമ്മൾ ഓതി വെച്ച ആയത്ത്. ഇനി ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അനദൂ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ. നബിയെ, അങ്ങ് അവരോട് പറഞ്ഞോളൂ, അനദൂ, ഞങ്ങൾ ആരാധിക്കുകയോ, അനഅ്ബുദൂ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അനദൂ, ഞങ്ങൾ ആരാധിക്കുകയോ, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുകയോ. ഒരു കൊല്ലം നിങ്ങൾ എന്താ ഈ പറയുന്നത്? മാ ലാ യൻഫഉനാ വലാ യദുറുനാ. ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവർക്ക്, ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയൂല, അങ്ങനെയുള്ള വസ്തുക്കൾക്ക് ഞങ്ങൾ ആരാധിക്കുക. വനുറദ്ദു അലാ അഅഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ ശേഷം ഞങ്ങൾ പിറകോട്ട് തള്ളപ്പെടുകയോ, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടി, ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നവർ അത് സ്വീകരിച്ചവരാണ്, ഇനി അത് വിട്ടിട്ട് അത് പുറംകാല് കൊണ്ട് തള്ളിയിട്ട് പോവേ, ഇല്ലല്ല, അങ്ങനെ പിറകോട്ട് മടക്കപ്പെടേ ഞങ്ങൾ ഒരിക്കലുമില്ല. എന്നിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറയാണ്. അതേതാണ്? ആ ഉദാഹരണം നോക്കൂ.
കല്ലദി ഇസ്തഖ്വതുഹു ശയാത്തീൻ ശയാത്തീനു ഫിൽ അർള്. ഭൂമിയിൽ, അതായത് ഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം പ്രത്യേകിച്ച് മരുഭൂമിയാണ്. മരുഭൂമി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കേക്കാറല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു പേടിയാവും. മരുഭൂമിയിൽ വെച്ച് ശൈത്വാന് ഒരാളെ പഴപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരുത്തൻ ഹൈറാനല ഹൈറാൻ, ഒരാകെ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. മരുഭൂമിയിൽ ഒരാള് അകപ്പെട്ട് എയിലാണ് പോകേണ്ടത്, എങ്ങോട്ടാ തിരിയണ്ടേ, അങ്ങോട്ട് നോക്കുമ്പോൾ വിശാലായിട്ട് കിടക്കാണ്, വഴി അറിയാതെ കുടുങ്ങി. അതാണ് ഹൈറാൻ, പരിഭ്രാന്തിയായി. ലഹൂ അസ്ഹാബ്, അവന് ചില കൂട്ടുകാരുണ്ട്. അങ്ങനെ ആ കൂട്ടുകാരെ അവനോട് കാണുകയാണ്. യദഊനഹു ഇലൽ ഹുദഅതിനാ, ആ സുഹൃത്തുക്കള് അവനെ നേർമാർഗത്തിലേക്ക് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ അരികിലേക്ക് വരൂ ഇഹ്തിന എന്ന് പറഞ്ഞിട്ട് ഓരോ കൂട്ടുകാര് ഓനാണ് വിളിക്കുകയാണ്. അങ്ങനത്തെ ഒരാള് ഇനിയിപ്പോ ആ കൂട്ടുകാര് പറഞ്ഞ് അവനെ ചതിക്കാത്ത ആ കൂട്ടുകാര് വിളിച്ച മാർഗത്തിലേക്കാണോ പോവുക, അതോ പിശാച് ഇടപെട്ട് ആ കൂട്ടുന്നത് തെറ്റിയിട്ട് പിന്നിങ്ങനെ എവിടുക്കാന്നറിയാതെ പോവുക? ഇതിലേതാ തീരുമാനിക്കുക? അതുപോലെയാണ് ഇപ്പൊ നിങ്ങൾ ഈ വിളിയും. അതായത് മരുഭൂമിയിൽ അകപ്പെട്ട് എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ പിശാച് പഴപ്പിക്കുന്നൊരവസ്ഥ. ആ സമയത്താണ് കൂട്ടുകാർ അതിലങ്ങോട്ട് വരും. ഇതാണ് നമ്മളെ വഴിയേ, ഇതിലാണ്. അത് ശരിയായ വഴിയാണ്, പിന്നെ അത് സ്വീകരിക്കലോ വേണ്ടേ. പിന്നെ അതിനെ തട്ടിത്തെറിപ്പിച്ചാലോ ഭയങ്കര അപകടമാണ്. ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. മുസ്തഖീമായ മാർഗത്തിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്, ഏകദൈവ വിശ്വാസത്തിലാണ്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പിശാചിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഏതാ സ്വീകരിക്കണ്ടേ? എത്ര ഫിറ്റായൊരു ഉദാഹരണമാണ് അള്ളാഹുവോട് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, ഇന്ന ഹുദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗദർശനം, ഹുവൽ ഹുദാ, അതാണ് നേരായ വഴി. വ ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവിനിക്ക് വിധേയത്വം കാണിക്കാൻ, അനുസരണ കാണിക്കാൻ, അതായത് മുസ്ലിമാകാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിമാകാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അവരോട് അങ്ങനെ മറുപടി പറഞ്ഞോളൂ. ഇവിടെ നോക്കൂ. അപ്പൊ ഇവര് ഈ വന്ന് പറഞ്ഞ ആളുകൾക്ക് ഓല ഉദ്ദേശം എന്താ വെച്ചാല് കുഴപ്പം ഒഴിവാക്കണമെന്നല്ല, ഒരാളെ കുഴപ്പമുണ്ടാക്കുന്നത്. അവരാളെ കുഴപ്പം നമ്മളാരും കുഴപ്പമുണ്ടാക്കണില്ലല്ലോ, അവരാണ് അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. എന്നിട്ട് ഓല് വെറുതെ ആളുകളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്ത്രപൂർവ്വം ഓല് ശ്രമിച്ചതാണ്. അങ്ങനെ ഓരോ കാലത്തും വരും ഇതുപോലെ തത്തുല്യമായൊരു സംഭവം വേറെ യഹൂദികൾ കാണിച്ചു. ഇതും മുശ്രിക്കീങ്ങളാണ്. ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ യഹൂദികൾക്ക് ഭയങ്കര പൊറുതിയാണ്. പ്രത്യേകിച്ച് സിറിയയിൽ നിന്ന് വരുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, നജറാനിൽ നിന്ന് വരുന്നു. കൂട്ടം കൂട്ടമായിട്ട് പുരോഹിതന്മാര് അള്ളാന്റെ മതത്തിലേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥത. അപ്പൊ ഇവരെന്ത് ചെയ്ത വെച്ചാല് ഓല് ഒരു കാര്യം ചെയ്യാ, അള്ളാന്റെ തിരുദൂതർ സത്യവാനല്ല എന്ന് വരുത്തി തീർക്കാന്, ആളുകളെ ബോധ്യപ്പെടുത്താൻ ഓലെന്ത് ചെയ്തു അറിയോ, ഒരടവ് പ്രയോഗിച്ചു. ഖുർആനിൽ പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്തു വെച്ചാല് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശ്രദ്ധിക്കണം കേട്ടോ, നബിയുടെ അരികെ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അതുപോലെ ഉദ്ദേശം എന്താ വെച്ചാല് അത് ചോദിക്കുമ്പോൾ നബി തങ്ങൾക്ക് കിട്ടരുത്. കണ്ടില്ലേ, ഇയാൾക്ക് ദിവ്യമായ കൽപ്പനകളൊന്നും വരുന്നില്ല എന്ന് വരുത്തി തീർക്കണം. പക്ഷെ ഓലെ പ്രതീക്ഷകൾ പോയി. ഇവര് കിട്ടാത്തൊരു ചോദ്യമാണ് അള്ളാന്റെ തിരുദൂതരോട് ചോദിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് നല്ല ഫിറ്റായ മറുപടിയാണ് കൊടുത്തത്. അപ്പൊ ഇത് കൊടുത്തപ്പോ ഇവര് വഷളായി. അപ്പോ ഈ അടിയിലെ മണ്ണ് പോകാൻ അറിയില്ലേ. അപ്പൊ ഇവര് വഷളായപ്പോ ഇവരെന്ത് ചെയ്തു, ഉടനെ തന്നെ ഒന്ന് മാറ്റി പിടിച്ചു, വേറൊരു ചോദ്യം ചോദിച്ചു. ഒരു പ്രതീക്ഷിച്ചത് അതും കിട്ടൂല എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിനും മറുപടി കൊടുത്തപ്പോ രണ്ടിലും പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ പോലും വിട്ടില്ല. ഇതിലെന്തായിരുന്നാലും നമുക്ക് പിടിക്കാന്നുള്ള നിലക്ക് അവര് വേറെ ഒരു ചോദ്യം ചോദിച്ചു. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അപ്പോഴും വല്ല എന്ത് ചെയ്തില്ല, ആളുകള് നബിനെ അംഗീകരിക്കാനുള്ള നാലാമത്തെ ഒരു ചോദ്യം ചോദിച്ചു. നാലാമത്തെ നബി മറുപടി പറഞ്ഞു. ഓൽക്ക് മനസ്സിലായി ഇതൊരു വളവല്ല,
ഭയങ്കര തന്ത്രമല്ലോ. അപ്പൊ ഇവര് ഉടൻ തന്നെ ഒരു ചോദിച്ചു, അല്ല പിന്നെ താങ്കളിപ്പോ ഞങ്ങൾ ചോദ്യത്തിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞു, പക്ഷെ താങ്കളോട് ഞങ്ങൾ ചോദിക്കട്ടെ, താങ്കൾ ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് താങ്കൾക്ക് ഓതി തരുന്ന ആരാണ്? ശരി, ആരാണ് താങ്കൾ പറയേണ്ട ഈ സന്ദേശം താങ്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന്, ഇത് ആരാണ് താങ്കൾക്ക് ഓതി തരുന്നതെന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് എനിക്ക് ഓതി തരുന്നത്. അപ്പോൾ 4 ചോദ്യങ്ങൾ പൊട്ടിയപ്പോൾ ഞങ്ങൾക്ക് 5ാമതൊരു ചോദ്യമുണ്ട്. ആ 5ാമത്തെ ചോദ്യം എന്താ? ആരാണ് താങ്കൾക്ക് ഖുർആന്റെ വചനങ്ങൾ എത്തിച്ചു തരുന്നതാണ്? അവന് ജിബ്രീൽ എന്ന മലക്കാണ് പറഞ്ഞു. അതിലോല ഇമ്മടെ കൂടി ഒരു അടവ് പ്രയോഗിച്ചാണ്. ഓല് പറഞ്ഞു, വെറുതല്ല ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത്, ജിബ്രീൽ എന്ന മലക്കാണെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും താങ്കൾ പറയുന്നത് സ്വീകാര്യമല്ല. കാരണം ഈ ജിബ്രീൽ എന്ന മലക്ക് ഞങ്ങളുടെ ശത്രുവാണ്. ലിഅന്നഹു മലക്കുൽ അദാബ്. ഈ ജിബ്രീൽ എന്ന മലക്ക് അദാബിന്റെ മലക്കാണ്. അദാബും കൂടി കൊണ്ടല്ലുണ്ട് മൂപ്പര്. വറസൂലുനാ മീകായിൽ, ഞങ്ങളുടെ ദൂതൻ മീകായിലാണ്. എന്താ കാരണം? ലിഅന്നഹു മലക്കുർ റഹ്മ, അദ്ദേഹം റഹ്മത്തിന്റെ മലക്കാണ്. അപ്പൊ താങ്കൾ പറയുന്നത് വെറുതല്ല. താങ്കൾ ഇങ്ങനെ ഞങ്ങളെ ചോദ്യത്തിന് മറുപടി അറിയണ്ടേ? ജിബ്രീൽ അത് പറഞ്ഞിട്ടുണ്ടല്ലേ, അയാളെ ഞങ്ങളെ ശത്രുവാണ്, വെറുതെ തട്ടിവിട്ടാണ്. അതായത് ഈ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയും ഒന്ന് പിടിച്ചിക്കണല്ലോ, ആളുകളുടെ ഇടയിൽ എങ്ങനെയൊന്ന് പിടിച്ചിക്കണം. ഒരാൾ പറഞ്ഞല്ലോ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളും തീവ്രവാദികളാണ്, ഒക്കെ പാകിസ്ഥാൻ പോകണമെന്നാണല്ലോ. പിന്നെ അയാളെ മകന് പിന്നെ അതിന് വ്യാഖ്യാനിക്കേണ്ട എന്താണ്? അത് പറയിപ്പിച്ചതാണ് മൂപ്പരെ കൊണ്ട്. ഒപ്പിക്കാനേ അത് പറയിപ്പിച്ചതാണ്. മൂപ്പരങ്ങനെ പറയേണ്ട ഒരാളല്ല, പറഞ്ഞത് തെറ്റന്നെയാണ്. പക്ഷെ അത് പ്രകോപിപ്പിച്ച് പറയിപ്പിച്ചതാണ്. കുറ്റാരി കൈപ്പ് നമ്മക്കായി ഇതേപോലെ തന്നെ അത് അറിയാത്തോണ്ടല്ല, വെറുതെ പറയാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ പിന്നെ ഇവര് പറയണത് ജിബ്രീൽ ഞങ്ങളെ ശത്രുവാണ്. അയാൾ പറയണ്ട ഞങ്ങൾ ഒരിക്കലും കേൾക്കൂല. അല്ലാഹു തആല അതിന് ഓൽക്ക് മറുപടി കൊടുത്തു. അത് സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ ആയത്ത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നത്. അതായത് ഇതിപ്പോ മുശ്രിക്കീങ്ങളൊരു അടവ് പ്രയോഗിച്ചതാണ്. ഇത് പിന്നെ രണ്ടാമതൊരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്ന ഇവരാണല്ലോ, പിന്നെ മുനാഫിക്കീങ്ങളുമാണ്, യഹൂദികൾ. അതിനുള്ള മറുപടിയാണ് 97-ാമത്തെ അൽ ബഖറയിലെ ആയത്ത് 15-ാം പേജിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. ഇവരിങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ അല്ലാഹു നബിയെ അങ്ങ് അവരോട് പറഞ്ഞോളും, മൻകാന അദുവ്വൻ ലിജിബ്രീല, ജിബ്രീൽ എന്ന മലക്കിനോട് ശത്രുത കാണിക്കുന്നവർ, ഫഇന്നഹു, ഒരു മനസ്സിലാക്കട്ടെ, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഖുർആന്റെ വചനങ്ങൾ അവതരിപ്പിച്ചത് ജിബ്രീൽ എന്ന മലക്കാകുന്നു. ബിഇദ്നില്ലാഹ്, അത് റബ്ബിന്റെ അനുമതി പ്രകാരമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ തൗറാത്തിനെയും ഇൻജീലിനെയും സബൂറിനെയും ശരിവച്ചിട്ടാണ് ആ ഖുർആൻ വന്നത്. വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, അത് ഈമാനുള്ള ആളുകൾക്ക് അത് സുവിശേഷമാണ്, അതോടുകൂടെ മാർഗദർശനം നൽകുന്നതുമാകുന്നു. ആ ജിബ്രീൽ എന്ന മലക്കന്നെയാണ് അങ്ങേക്ക് എത്തിച്ചു തന്നത്. അവരോട് ശത്രുത വെക്കുന്ന ആൾക്കാർ ഇതൊന്ന് മനസ്സിലാക്കണം. ഒരു പറഞ്ഞല്ലോ മീകായിലാണ്. അതിന്റെ ശേഷം പടച്ചോൻ പറയുന്നത് മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ഒരാള് അള്ളാഹുവിന്റെ ശത്രുവായി മലക്കുകളുടെയും മുർസലീങ്ങളുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മീകായിലിന്റെയും നലേ ഒന്നും വരാനില്ല. ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, തീർച്ചയായിട്ടും അള്ളാഹു അത്തരത്തിലുള്ള സത്യനിഷേധികളുടെ ശത്രുവാണ്. അള്ളാഹു ശത്രുവാണ്. ജിബ്രീൽ എന്ന മലക്കിനെ മീകായിലിനെ കുഴപ്പമില്ല, റഹ്മത്താണ് എന്നല്ലോ.
അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ അർത്ഥം പിന്നെ ജിബ്രീൽ എന്ന മലക്ക് മോശമാണ് ഒരു ആത്മാർത്ഥമായിട്ട് പറയല്ല. ഏതാ ഒരു വെറുതെ നമ്മളെ ഉത്തരം മുട്ടിപ്പിക്കാനും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാനും ഓരോന്ന് പറയാണെന്നുള്ളതാണ്. അവിടെ ജിബ്രീലാണെങ്കിലും മീക്കായിലാണെങ്കിലും ഓൽക്കൊക്കെ ഓരോ ഡ്യൂട്ടി അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതേപോലെയാണ് ഇവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൂട്ടരും വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ വന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് പോയിന്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഉപകാരമോ ഉപദ്രവം ഈ ആയത്തിലേക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുകയോ അത് ഒരിക്കലുമില്ല. മാത്രല്ല വനുറദ്ദു അലാ അഅഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ ശേഷം അതിൽ നിന്ന് ഞങ്ങളെ പിന്നിലേക്ക് മടക്കപ്പെടുകയോ അത് ഒരിക്കലുമില്ല. ഞങ്ങളിപ്പോ എന്താ കാണിക്കണേ? ഞങ്ങളെ തിരിച്ചു വിളിക്കേ? ഇല്ലല്ല, അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ആലി ഇമ്രാൻ സൂറത്തിൽ നമ്മൾ ദുആ ഒരു ദുആ അല്ലാഹ് പറയുന്നുണ്ട്. ആ ദുആന്റെ എന്താ പറയാ നിങ്ങള്? ആലി ഇമ്രാൻ സൂറത്തിലെ 8-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ആയത്തൊക്കെ അതിൽ പറയുന്ന എന്താണ്? അതൊരു ദുആയാണ്. ആലി ഇമ്രാൻ സൂറത്തിൽ 3-ാമത്തെ സൂറത്തിൽ അതൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ ശേഷം ഞങ്ങളെ ഹൃദയത്തെ ഒരിക്കലും തെറ്റിക്കല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തിനെ നൽകണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, പടച്ചവനെ നീ എല്ലാം ഔദാര്യമായി നൽകുന്നവനാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ തന്നെ പകരം കൊടുക്കാതെ, ഓസാരം എന്നൊക്കെ പറയില്ല നമ്മള്, വെറുതെ ഫ്രീ ആയിട്ട് തരാം. ഒന്നും കൊണ്ട് കൊടുക്കണം. ഒന്നെടുത്താൽ 2 ഫ്രീ അറിയുമ്പോൾ 2നും കൂടി വില കൂട്ടിയിട്ട് ആദ്യത്തിൽ പറഞ്ഞാൽ മതി. ഇതങ്ങനല്ല, ഒക്കെ അല്ലാഹു തആല നമുക്ക് ഔദാര്യമായിട്ട് തരികയാണ്, വെറുതെ തരികയാണ്. അത് നമ്മളാണ് സമ്മതിക്കാണ്. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ട് പറയണം എന്ത്? പടച്ചോനെ, എന്റെ ഭാഗത്തുനിന്ന് റഹ്മത്തിനെ തരണേ, എന്റെ ഭാഗത്തുനിന്ന് റഹ്മത്തിനെ തരണേ. ഇത് ഭയപ്പിക്കല്ലേ? നമുക്ക് ഹിദായത്ത് കിട്ടി ഞാൻ ഒരിക്കലും പോകാൻ പാടില്ല. ഒരു സുസ്ഥിരത വേണം. അതാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഇനി പിന്നിലേക്ക് മടക്കപ്പെടുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദവുമായിട്ട് നിങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല. ഞങ്ങൾ ഇത് ഒരിക്കലും സ്വീകരിക്കൂല. മാത്രല്ല ആ ആയത്തിന്റെ അവസാനം പിന്നെ പറയുന്നെന്താ? ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അള്ളാഹുവിന്റെ ഹുദ അതാണ് യഥാർത്ഥത്തിൽ ഹുദ. അള്ളാഹ് കാണിച്ചെന്നൊരു മാർഗമുണ്ട്. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് കൂടുതൽ പറയുന്നത് ഫാത്തിഹ സൂറത്തിലാ. മുസ്തഖീമായ മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു അള്ളാഹ് കാണിച്ചെന്നൊരു വഴിയുണ്ട്. അതാണ് ഇവര് പറഞ്ഞ പൂർവീകരേതാ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരോ ആപ്പാര്. ഖുർആൻ പറയുന്ന പൂർവീകരോ? ഖുർആൻ പറയുന്ന പൂർവീകർ അംബിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അത് പഴക്കാത്ത വഴിയാണ്. അത് ഓരോന്നും ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്തായാലും നമ്മക്കൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് കേൾക്കണ്ട വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ മറുപടി പറയാനോ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം മതി. അല്ലാതെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ ഒരു കാര്യത്തിൽ അങ്ങനെയുള്ളോ, തെറ്റിദ്ധരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിൽപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയങ്ങാടി നേർച്ചക്ക് ആനളിയല്ലോ, അതുകൊണ്ട് ഉസ്താദുമാര് മറുപടി അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. എത്താവ കാട്ടുപേന കള്ളു കുടിക്കണ്ട. നമ്മളിപ്പോൾ നോക്കുമ്പോൾ മദ്യപാന വലിയ പ്രശ്നമുള്ള കാര്യമാണല്ലോ. നമ്മളാ മലപ്പുറത്തൊക്കെ ആ മുണ്ടുപറമ്പിൽ ആ ബൈപ്പാസിനാണ് പോയാൽ അവിടെ ഒരു ബാറുണ്ട്. ബാറല്ല, കള്ളു ഷോപ്പ് എന്ന് വലുതാക്കി എഴുതി വെച്ച അവിടെയൊക്കെ ഇങ്ങനെ തിരക്കണാണ്. നമ്മൾ കുറേ കുട്ടികളുണ്ട് അവിടെ. ഇതിനൊക്കെ ഇപ്പോൾ ഉസ്താദ്മാര് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കാട്ടുക? ആൾക്കാരെ ഓരോന്ന് കാട്ടാണ്. ഇന്നലെ ഒരു നിക്കാഹിൽ പങ്കെടുത്തു. കൂടാതെ ഡേറ്റാണ് ഇതിനൊക്കെ പോകേണ്ടത്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞേക്ക് ഫോട്ടോഗ്രാഫർമാരെ ഒക്കെ നിയന്ത്രിക്കേണ്ട കേട്ടോ. ചെറിയ പേരത് കണ്ടാൽ അറ്റൻകാണെങ്കിൽ ഒരു കോമൺ സെൻസും ഇല്ല. അതിൽ ഒരു വയസ്സായ ഉസ്താദാണ് നിക്കാഹ് ചൊല്ലി കൊടുക്കേണ്ടത്. വലിയൊരു പണ്ഡിതനാണ്. കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ എല്ലാവരും കൂടി നിന്നാണ്, ഉസ്താദ്മാരടക്കം ഒരു ഫോട്ടോ എടുക്കട്ടെ. കഴിഞ്ഞിപ്പോൾ വിഷളാക്കണ്ടേ അധികാണ്ട് ഈ ഉസ്താദ് നിന്ന്
വേഗം കഴിഞ്ഞോട്ടെ എഴുതിയാണ് ഇന്നെടുത്താവും. ഞാൻ അത് കാണുന്നത് ഭയങ്കര വിഷമം തോന്നി. അതിൽ ഈ ഫോട്ടോഗ്രാഫർമാരെ എല്ലാവരും ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് നോക്കി ചെന്നുകാണ്ട് ഒന്നാണ് കൊടുക്കാൻ തോന്നുക. എന്നിട്ട് പിന്നെ പറയാം ഞാൻ എല്ലാവരും ഒന്ന് ശരിക്ക്. ഒരു കഥയില്ല, ഒരു കഥയില്ല. എങ്ങനെയൊക്കെയാണ് എന്താ കുറേ തിന്നിങ്ങനെ തടിയും വണ്ണം കൂടാന്നല്ലാതെ വലുതാന്നല്ലാതെ എങ്ങനെയൊക്കെയാണ് ആളുകളോട് പെരുമാറേണ്ടതെന്നും അറിയില്ല. എനിക്കിത് വലുതായി അതിനോട് പോന്നതിന് ശേഷം പിന്നെ ഞാൻ അന്വേഷിച്ചു എന്താ ചെയ്യും ഉസ്താദ് ഇപ്പം അങ്ങനെയല്ലേ. അങ്ങനെ പിന്നെ ആക്കെ കഴിഞ്ഞ് പിന്നെ പുതിയാപ്പിളിയും പുതിയ സ്റ്റേജിലെത്തിയപ്പോൾ നോക്കുങ്ങൾ പുതിയണ്ണിനോടും പുതിയാപ്പിളിനോടും ഈ ഫോട്ടോഗ്രാഫർമാർ തന്നെ ഈ ആൾക്കാരൊക്കെ അടിയിൽ നിന്ന് പരസ്പരം ആലിംഗനം ചെയ്യാനും മുത്തം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പകർത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പറയണം ഉസ്താദ്മാരും മറുപടി പറയണം. കല്യാണം തന്നെ ഈ പാടില്ല എന്നാലോ പറഞ്ഞു കൊടുത്തിട്ടെല്ലാം കല്യാണങ്ങളിൽ അനാചാരം. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാലും ആളിൻ്റെ മുകളിൽ കയറി കണ്ട് വലിയ ആൾക്കാർ വരെ നിസ്കാരത്തിൽ കുതിരളിച്ച എൻ്റെ കാലിന് ചവിട്ടുക. എന്തൊക്കെയാ കാണിക്കേണ്ട അറിയങ്ങൾ. കുട്ടികളല്ല, ഓൾക്ക് കുട്ടികളുണ്ട്, ഓലെ ഉമ്മാന്റെ കുട്ടികളെന്ന് പറയാം, ഇത്രയും വലിപ്പമുള്ള പോലെ. എന്താ ചെയ്യാ? ഇതേപോലെ നടക്കുന്ന ഒന്നാണ് ഈ നേർച്ചകളിലുള്ള അനാചാരം. അതിൽ ഓരോരുത്തർ പ്രശ്നമായി ആനയൊക്കെ വന്നു. ഇത് നമ്മൾ പറയിട്ടല്ല. ഇത് നമ്മൾ ഇപ്പോൾ ആന ഒരാളെ അത് ചുഴറ്റി എറിഞ്ഞ് അയാൾ മരിച്ചു, നമ്മളങ്ങനെ പ്രതീക്ഷിച്ചു. മുഹമ്മദ് കുട്ടി പിന്നെ അല്ലെങ്കിൽ മുസ്തഫ ഇങ്ങനെയൊക്കെ പേര് വരുന്നല്ല, കൃഷ്ണനാണ്, നല്ല സുന്നിയാണ്. നമ്മൾ ഏറ്റവും വലിയ ബന്ധമുണ്ട്. അതൊക്കെ ആലോചിച്ച് നോക്കും. രണ്ട് നേർച്ച ശരിക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് റഅദ് സൂറത്തിലും പറയുന്നുണ്ട്, മനസ്സിലാക്കാം നമുക്ക്. ഒന്ന് നേരെ ഇൻസാൻ സൂറത്തിലും പറയുന്നുണ്ട്. ഒരു നേർച്ച എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ അത് ശരിയാകാൻ വേണ്ടി നേർച്ചയാക്കാം. അത് ഭയങ്കര പുണ്യമാണ്. അതാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമുക്ക് കടുത്ത പനി വന്നിട്ട് ഇങ്ങനെ വിറക്കുകയാണ്. അവിടെയാണ് സിദ്ദീഖ് എന്ന ഒരു രോഗം കാണാൻ വന്നത്. അപ്പോൾ സിദ്ദീഖ് എന്നവർ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, എന്ത് അലി എന്താ പനി? ഭയങ്കര പനിയാണുള്ള, കുട്ടികളെ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പെടുത്തലിങ്ങളെ നോമ്പെടുക്കാൻ നേർച്ചകളി മാറിക്കൊള്ളുന്നതാണ്. അതാണ് നിർബന്ധമല്ലാത്ത എന്തെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ നേർച്ചാക്കുക. അങ്ങനെ നേർച്ചാക്കിയാൽ മാറുന്നതാണ്. അതിൽ അലി റളിയല്ലാഹു അൻഹു കുട്ടികളെ പനി മാറിയ ഞാൻ എന്ത് ചെയ്യും? പിന്നെ 3 നോമ്പ് നേർച്ചാക്കുന്നതാണ്. 3 നോമ്പ് ഞാൻ നേർച്ചാക്കി നോൽക്കാനതാണ്. അതിൽ ഫാത്തിമ ബിയാണ് ഞാനും. അവിടെ നല്ല പനി, പാരസെറ്റമോളൊക്കെ കുടിച്ചായി എവിടെ പോയത് എനിക്ക് തണുത്തു അറിയില്ലേ എന്നാ മരിക്കണം. അപ്പോ പിറ്റേന്ന് പോലെ നോമ്പ് വെച്ചു. അതിനെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താ? പോലെ പ്രകീർത്തിച്ച ആയത്തിറങ്ങി, 16 ആയത്തിറങ്ങി. അതിൽ പറയുന്ന ഒന്നും തന്നെ എന്താ? പോലെ അബ്രാറിയങ്ങളാണ്, പുണ്യവാന്മാരാണ്, പോലെ പൂർത്തീകരിച്ച നേർച്ച. കേട്ടോ അവരെ പറ്റി പറയുന്നുണ്ട്, യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അവർ നേർച്ചയെ പൂർത്തീകരിക്കുന്നവരും നാശം പറക്കുന്ന ദിവസത്തെ പേടിക്കുന്നവരുമാണ് അവര്. അതെന്താ ഖിയാമത്ത് നാളിനെ. അപ്പൊ അവിടെ നോക്കി നിങ്ങൾ നേർച്ച പൂർത്തീകരിക്കുക. ഇസ്ലാം അനുവദിച്ചാന്നല്ല, വലിയ പുണ്യമായിട്ട് കണ്ടതാണ്. നേർച്ച ആക്കണം എന്നാണ് ഞാൻ എന്നിട്ട് പൂർത്തിയാക്കും, വാക്കുപാലിക്കും. ഇതൊരു നേർച്ചയാണ്. ഇനി മറ്റൊരു നേർച്ച, ഇതുമായി ബന്ധപ്പെട്ട നേർച്ച ഏതാ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തില് ഈ ശുഹദാക്കൾ വലിയൊരു സംഭവമാണ്. ശുഹദാക്കൾക്ക് അല്ലാഹു തആല വലിയ പവർ നൽകുന്നുണ്ട്. ശുഹദാക്കൾക്ക് വലിയ പവർ ആണ്, വലിയ പവർ. ആ ശുഹദാക്കള് അവരുടെ ഖബറ് നബി തങ്ങൾ എല്ലാ വർഷവും ഒരു ദിവസം, പ്രത്യേകിച്ചൊരു ദിവസം, ആണ്ട് കൃത്യമായിട്ട് പോകും. അല്ലാത്ത ദിവസമൊക്കെ സിയാറത്ത് പോകും, ഒരു ദിവസം പ്രത്യേകിച്ച് പോകും. അന്ന് എല്ലാവരും കൂട്ടും. ഈ സംഭവം ആരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അറിയങ്ങള്? എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീറിൽ വരെ ഈ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഅദ് സൂറത്തിലെ 24-ാമത്തെ ആയത്ത്, ഈ 24-ാമത്തെ 22, 23, 24 ആയത്തുകൾ പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് കുറെ അടയാളങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അത് അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട്. എന്നിട്ട് അവരോട് അള്ളാഹു എന്ന് പറയത്രേ, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ദുന്യാവ് നല്ല ക്ഷമിച്ചു, കാരണം ദീനിൽ ഉറച്ചിക്കണമെങ്കിൽ നല്ല ക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അന്തിമ ഭവനം, നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പൊ കിട്ടിയ സ്വർഗഭവനം ഉണ്ടല്ലോ, എത്ര ഉദാത്തമായതാണ്. അതാണ് ആയത്തിൽ പറയുന്നത്. ആ ആയത്താണ് കബറാളികളെ ഇങ്ങനെ നോക്കി നബി ഓതുക.
ഏത് ശുഹറാക്കളോട്. കാരണം ഓൽക്കാളെ ദുന്യാവിൽ ഒട്ടും കുത്തിയേറ്റ് കുറെ ഓല് ക്ഷമിച്ചു. എന്താ നിമിത്തങ്ങൾ കബറിങ്ങ വന്നിട്ട് ഇതന്നെ ഉറൂസ് അറിയണ്ടായി. ഓൽക്ക് ദ്വാരക്കാണ്. ആദ്യം ഈ ആയത്തിനോടും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ സൂറത്തുൽ റഅദിൽ 24. ഇവിടെ തഫ്സീറുകളിൽ കാണാൻ ഇതാണ് ഓതിയിട്ട് നിമിത്തങ്ങൾ ദ്വാരം എല്ലാവരും ആമീൻ പറയും. ഒരു തിരിച്ചു പറയും. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ് റസൂലുള്ളാഹി തങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ കൊല്ലം ചെയ്തുകൊണ്ടിരുന്നു. നബി വഫാത്തായി. പിന്നെ ആ താവടി ആരും അതേപോലെ നിലനിർത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി അങ്ങനെ ചെയ്തിരുന്നു. വകദാലിക അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേ നിലപാടിൽ തുടർന്നു പോകുന്നു എന്ന് കാണാം. ഇതാണ് ഇപ്പോൾ ഇതിന് ഉറൂസ് എന്ന് വരാൻ കാരണം എന്താ അറിയുക? അത് നല്ല ആളുകൾ മരിച്ചാല് അല്ലാഹു തആല മലക്കുകൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാല് ഈ കബറാളികളോട് പറയും കനൗമത്തിൽ അറൂസ്, നവവരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളൂ, നവവരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളൂ എന്ന് പറയും. അറൂസ്, അറൂസ് എന്ന വാക്കിന് ലോപിച്ചിട്ടാണ് ഇത് ഉറൂസ് എന്ന് വന്നത്. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇസ്ലാം അനുഭവിച്ചതാ. ഇനിയിപ്പോ സൗകര്യം പറയുമ്പോ ഖദീജ ബീവിയെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ പേരിൽ ആടിനർത്ഥമാണ് നിബിധങ്ങൾ തന്നെ ആണ്ടറുതി അറിയേണ്ടത് വിതരണം ചെയ്തിരുന്നു. ഖദീജ ബീവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ആയിഷ ബീവിനോടൊക്കെ ഇടക്കിടക്ക് പറയുമായിരുന്നു, ഖദീജ അല്ലാത്ത വേറെ പെണ്ണില്ല നബിയെന്ന് വരെ ആര് ചോദിച്ചു? ആയിഷ ബീവി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് തമാശ രൂപത്തിൽ. ഈ ആടിനർത്ഥത്തിൽ വിതരണം ചെയ്തിരുന്നു. അത് നമ്മൾ അന്നദാനം, ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കുക, അന്നദാനം നടത്തുക. ഇപ്പൊ ഇസ്ലാം അനുവദിച്ച കാര്യം. ഞാൻ അതിന്റെ പുറത്തുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഞമ്മക്കൊരു ബന്ധമില്ല, എന്നവര് പറഞ്ഞാൽ നിർത്തൂല. ആന അതായത് അള്ളയും റസൂലും വിലക്കിയത് മുഴുവൻ ഇത്തരം നേർച്ചകളിൽ കിട്ടുമല്ലോ. പേരോ മതസൗഹാർദ്ദം. ആ നേർച്ചക്ക് അന്ന് ഡ്യൂട്ടിക്ക് പോയൊരു പോലീസ് ഓഫീസർ മലപ്പുറത്തുള്ള നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു. ഈ സംഭവം ഞാൻ പറഞ്ഞപ്പോഴേ ഇനിയിപ്പോ ഒരു കട്ടക്കാലുണ്ട് പറഞ്ഞു ഈ പോലീസുകാരൻ. അവിടെ അവസാനത്തെ ആളും പോകുന്നവരെ നമ്മൾ ഉറപ്പിച്ചിരിക്കണം എന്നാണ്. പിന്നെയാണ് ആനളികേട്ട് വരുന്നത്. ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ആർക്കും ഒരു ഇഷ്ടമുള്ള സംഗതിയല്ല. മതസ്വാർത്ഥമൊക്കെ വെറുതെ പറയാ. കള്ളുടിച്ച് ചാടാനും വ്യഭിചരിക്കാനും പെണ്ണുങ്ങൾ കഴിഞ്ഞാടാനും അതിന്റെ മറവിൽ ഒരുപാട് തോന്നിയാസങ്ങൾ ചെയ്യാൻ ഉള്ളൊരവസരം. അതിന് ജാതിയും അതൊന്നും വ്യത്യാസമില്ല, സുന്നിയില്ല, മുജാഹിദും ഇല്ല, ആ ഒക്കെ കണക്കാണ് ആ വിഷയത്തില്. ഇപ്പൊ ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എതിർക്കേണ്ട ആൾക്കാരും പെണ്ണുങ്ങളവിടെ കൊണ്ടായിക്കണ്ട പോയിട്ട് യന്ത്രവും ഞാൻ ആടാൻ തന്നെ കുട്ടിയാക്കൊന്ന് കാണിച്ചു കൊടുക്കാനേ ആനനൊക്കെ. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും പോകേണ്ടത്. അല്ലാതെ യാസീൻ ഇത് വരക്കാൻ എല്ലാ പടം പോകേണ്ടത്. പക്ഷെ ഞമ്മക്കിത് നല്ല വിഷത്തരാണ്. പള്ളിന്റെ മുന്നിൽ എനിക്കിങ്ങനെ അപ്പൊ ഇത് കണ്ടപ്പോ തോന്നിയ എന്താ അറിയങ്ങള്, പണ്ട് കഴവ പൊളിക്കാൻ പോയ അബ്രഹത്തിന്റെ ആന കഴവാലയത്തിന്റെ അടുത്തേക്ക് പോയില്ല. ആന പൊളിക്കണ്ട കഴവാന്നുള്ളിടത്താണ് മനുഷ്യന്മാർ ആനക്ക് അബ്രഹത്ത് കള്ളു കൊടുത്ത് കണ്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്ന മാരിക്കൈ അവിടെ ചോയറ്റി എന്നാ ഞാൻ നിർത്തുമോ ഇല്ല. അവൻ ചിലപ്പോ അടുത്തല്ല ആന ഇല്ലാതെ പരിപാടി നടത്തും അല്ലേ. നമ്മളെന്ത് ചെയ്യാറ ഇതിലിപ്പോ ഞമ്മക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ പങ്കെടുക്കാതിരിക്കലും. ഞമ്മക്ക് സ്വാതന്ത്ര്യം എന്തിനാ? നമുക്ക് പ്രബോധനം ചെയ്യാലോ. ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ അത്രേ നടക്കുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് എന്നാലും സൗദി അറേബ്യക്കാർക്കല്ലല്ലോ, ഒന്നും മാർക്കൊന്നല്ല. ഇപ്പൊ നമ്മള് ഇവിടെ പോയിട്ട് ആ പാടത്ത് ഒഴിവുള്ള സ്ഥലത്ത് ഒരു പിന്നെ കൗങ്ങിന്റെ തറി ഇങ്ങനെ കൊടുന്ന് വെച്ചാണ്ട് അതിനൊരു പച്ച വല്ലിട്ടു ഇങ്ങോട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ തുടങ്ങി 10 ആൾക്കാർ. കാരണന്മാർ എന്നിട്ട് ഇരുത്തിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പിന്നെ അനാചാരം കൂടി അവിടെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞു ഞങ്ങളെ സ്വാതന്ത്ര്യമാണിത്. പോലും വേഗം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഒരു ഈ പോലീസ് അവിടെ എത്തുന്ന നിയമം എങ്ങനെയാണ്? ഇനിയിപ്പോൾ അത് എടുത്തിട്ടാൽ പ്രശ്നമാകാവോ? ചിലപ്പോൾ ഒരാഴ്ച കാവലേക്കാറ് അവിടെ ഉള്ള എന്താ കൗങ്ങിന്റെ ഒരു തറി ആനെ കുറ്റിയടിച്ചാനൊക്കെ പറ്റേണ്ട ഒരു തറി അതിനാണ് പച്ചവല്ലി. ഇനി ഒരു കൂട്ടർ അവിടെ ഇരുന്ന് കൂടുകയാണെങ്കിൽ ഇതെന്തോ ഉണ്ടെന്ന് തോന്നിയ ഓരോരുത്തർക്ക് തോന്നുകയാണേ. ശരിയാണ്, ഇവിടെ വന്നപ്പോൾ ഭയങ്കര തലവേദന ഉണ്ട്, ഇവിടെ ഇരുന്നപ്പോൾ പോയി എന്നൊരു തോന്നുകയാണ്. വെറും തോന്നലാണ്. ആണ് പ്രചരിപ്പിക്കും കരുതിമാർക്കൊന്നല്ല. അവിടെ ഇരുന്നാല് ചെറിയൊരു മാറ്റമുണ്ട്. ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നടക്കുന്നത്, കുറെ തട്ടിപ്പുകൾ. ഇപ്പൊ ചിലരൊക്കെ ഉണ്ടല്ലോ ആയാ തെങ്ങ് പോയാ പൊങ്ങിയാണ്ട് ജോലിയാകാൻ പറഞ്ഞു അറിയില്ല. ഇപ്പൊ നാളിങ്ങനെ ഒരാൾ എനിക്ക് കാണിച്ചു തന്നു യൂട്യൂബില്. പിന്നെ 10,000 റുപ്യാണ് കൊടുക്കുകയാണ്. കേട് നടക്കുന്നത്. അപ്പൊ ഇത് ലൈവില് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ്ടോ ഇത് 10,000 ഇതെന്താ ഉമ്മ പറയും, നിങ്ങൾ എന്തിയാ തങ്ങളോട് പറഞ്ഞത്? തങ്ങൾ തന്നെ പറയണ്ടേ. ഞാനിങ്ങനെ കുട്ടിക്ക് ജോലി ഇല്ലാന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ജോലിയായില്ലേ? ജോലിയായിട്ട് പൈസ കൊടുന്നു. കുറച്ചെങ്കിലൊക്കെ എന്തേലൊക്കെ അവർക്ക് അങ്ങനെ വലിയ അള്ളാഹു തആല കഴിവ് തന്നെങ്കിൽ ഇങ്ങനെ പറയോ? സൂക്ഷ്മതയുള്ളവര് പറയോ? ഇല്ലല്ലോ. നമ്മൾ അധിപത്യ സ്ഥാനം പോലത്തെ കണ്ട് വളർന്നാണ് നമ്മള്.
സൂക്ഷ്മത ഉള്ളവരൊന്നും ഈ പണിക്കൂല. ഇതൊക്കെ ഒരു ഏറാണേ. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ തട്ടിപ്പുകൾ നല്ലോണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇതിലോ ഒക്കെ കൂടി നമ്മൾ കൂട്ടിക്കുഴക്കുകയാണ്. അപ്പൊ ഈ ഉറൂസ് നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ നല്ല രൂപത്തിലുള്ള നേർച്ചന്റെ നമ്മൾ അന്നദാനം നടത്തലും അതിൻ്റെതായ രൂപത്തിൽ, പിന്നെ എല്ലാ വിഷയത്തിലും ജീർണത കടന്നുകൂടിയതുപോലെ അതിലുണ്ട്, ആ മേഖലയിലുണ്ട്. അത് ഞാൻ പറഞ്ഞ കല്യാണത്തിന്റെ വിഷയമാകട്ടെ, ഓരോ വിഷയത്തിലും എന്തുണ്ട്, വേണ്ടാത്തൊരുപാട് കാര്യങ്ങൾ കടന്നുകൂടി. അപ്പൊ നമ്മൾ അതിലുള്ള തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. എല്ലാത്തിനെയും കൂടി നമ്മൾ ആക്ഷേപിച്ചിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ പ്രമാണങ്ങളിൽ ഉള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ മുന്നിലൊക്കെ ചിലപ്പോൾ നമ്മൾ കുപ്പായ കജ്ജെല്ലാം താത്തിട്ട ആൾക്കാരും തലി കെട്ടിയാലൊക്കെ കാണുന്നുണ്ട്. ഓൽക്ക് ഇൽമില്ല, ഇൽമുള്ളവരെ നിൽക്കും. അപ്പൊ ഈ ആനന്റെ ഒക്കെ ഒപ്പം തന്നെ ചിലരൊക്കെ ഉണ്ട് തോപ കെട്ടുകണ്ട്. അതിപ്പോ പ്രച്ഛന്ന വേഷമൊക്കെ വന്നാൽ അള്ളാഹു കാലം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പ്രമാണം ഉണ്ടാവും, 47 സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്ക് കഴിവല്ല, 47 കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടേക്കാണ് ചിലപ്പോൾ ഇങ്ങനെ കാട്ടി കൂട്ടുന്നത്. ഇതില്ല, അതല്ല തേകല്ല. 1950കളിൽ സമസ്ത കേരള ജമിഅത്തുൽ എഴുതിയിരുന്നത് 70 കൊല്ലം ഏത് വിചാരി പരിപാടി പാടില്ല, ഭയങ്കര തെറ്റാണെന്നുള്ളത്. പക്ഷെ ഒരു കൂട്ടരങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ അതിന്റെ വഴിക്ക് കിടക്കട്ടെ. നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ചെയ്യണ്ട, കൂടണ്ട, സഹായിക്കണ്ട ഒരു നിലക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോ എല്ലാ നിലക്കും ഇവര് ശ്രമിക്കും. ഹിദായത്ത് കിട്ടിയതിന്റെ ശേഷം ബാക്കിക്ക് പോകാൻ പാടില്ല. അപ്പൊ അതാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, അള്ളാഹു പറയാണ്, ഖുൽ ഇന്ന ഹുദല്ലാഹ്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിൽ നിന്നുള്ള ഹുദ, അതാണ് യഥാർത്ഥ മാർഗദർശനം. വ ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. അള്ളാഹു തആല പറയാണ്, വ ഉമിർനാ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനിക്ക് വഴിപ്പെടാന്. മുസ്ലിമാകാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നിലക്കും അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് റബ്ബിന്റെ കൽപ്പന ഉണ്ട്. ഞങ്ങൾ എല്ലാ നിലക്കും റബ്ബിനെ അനുസരിക്കുന്നവരാണെന്നാണ്. ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിൽ പറയുന്നുണ്ട്. ആലു ഇമ്രാനിലെ 83ാമത്തെ ആയത്തിലാണ് ഇതിന്റെ വിഷയം കിടക്കുന്നത്. 60ാമത്തെ പേജ്. അടുത്തുണ്ട്, പക്ഷെ അത് ചുത്തോണ്ട് ഇതിന് കുറഞ്ഞൊരു കുറവുണ്ടോന്ന്. അതിൽ 60ാമത്തെ ആയത്തൊന്ന് നോക്കി. ഞാൻ ആയത്തോ 60 അല്ല, 60ാം പേജിൽ 83ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് من في السماوات والأرض طوعا وكرها وإليه يرجعون. ഈ ആയത്തിലൂടെ അതിന്റെ 2 ആയത്തും കൂടി ഉണ്ട് കേട്ടോ. ഈ ആയത്തൊന്ന് നോക്കി, അതിൽ പറയുന്നത് എന്താ? അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊന്നിനെ അവർ ആഗ്രഹിക്കുകയോ. അള്ളാഹുവിന്റെ ദീനല്ലാത്ത, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ അവർ ആഗ്രഹിക്കുക, അതൊരിക്കലും പാടില്ല. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വ വസ്തുക്കളും ഒന്നുകിൽ സ്വമേധയ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹുവിനിക്ക് വിധേയത്വം കാണിക്കുന്നവരാണ്. വഇലൈഹി യുർജഊൻ, അവരിലേക്കാകുന്നു എല്ലാവരും മടക്കപ്പെടുന്നതും.
അപ്പൊ ഇവിടെ ഇപ്പോ നബിയോട് പറയാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് അനുസരണയുള്ളവരാണെന്ന് പറഞ്ഞോളി നബി. ഞാൻ അവിടെ വേറെ പടച്ചോൻ എന്താ പറഞ്ഞത്? ഇവര് പറഞ്ഞൊന്നും കേൾക്കണ്ട, അത് ആയിന്നെ പറഞ്ഞാൽ മതി, പിന്നെ ആ ചോദ്യമായിട്ടും വരൂല. നേരെ മറിച്ച് നമുക്കൊന്ന് നോക്കാം, നമ്മളൊന്ന് പിന്നെ പറയാം നമുക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടാവും. ആദ്യം തന്നെ നമ്മളെ ആദർശം നമ്മളാണ് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടാരും വരൂല. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ഇവിടെ പറയും നോക്കൂ, ആലി ഇമ്രാനിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, ഞങ്ങൾ അല്ലാഹു വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില അലൈനാ, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയിലേക്ക് ഇറക്കപ്പെട്ടതും, വ ഇസ്മാഈൽ നബിയിലേക്ക് ഇറക്കപ്പെട്ടതും, വ ഇസ്ഹാഖ് നബിയിലേക്ക് ഇറക്കപ്പെട്ടതും, വ യാഖൂബ് നബിയിലേക്ക് ഇറക്കപ്പെട്ടതും, വൽ അസ്ബാത്ത് ഇസ്രായേൽ സന്തതികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും, വമാ ഊതിയ മൂസ വ ഈസ, മൂസ നബിക്കും ഈസ നബിക്കും നൽകപ്പെട്ടതും, വന്നബിയ്യൂന മിർ റബ്ബിഹിം, അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, റബ്ബിൽ നിന്ന് വന്ന നബിമാര് ഞങ്ങൾ ഒരിക്കലും അവർക്കിടയിൽ ഒരു വ്യത്യാസം ഞങ്ങൾ കാണിക്കില്ല. അതും പറഞ്ഞോളൂ. അത് ലാസ്റ്റ് പറയും നോക്കൂ, വനഹ്നു ലഹു മുസ്ലിമൂൻ, അങ്ങനെയാണ് പ്രഖ്യാപിച്ചോളി. ഇതിപ്പോ മൊത്തത്തിൽ എല്ലാവരോടും കൂടി പറഞ്ഞതാണ്. ഇവിടെ മക്ക മുശ്രിക്കുകൾ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറയാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് എല്ലാം നിലക്കും മുസ്ലിമീങ്ങളാണ്. ഇവിടെ പറയാണ് വനഹ്നു ലഹു മുസ്ലിമൂൻ. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, മതമായിട്ടൊരാൾ ഇസ്ലാമല്ലാത്ത മറ്റ് വല്ലതിനെയും ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, മാത്രമല്ല അവൻ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിലുമാകുന്നു. ഇസ്ലാമല്ലാത്ത മറ്റൊന്ന് ശരിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാല് അവൻ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിലാണ്. ഇവിടെ ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പോയ കുറെ ആൾക്കാരുണ്ട്, ഓലിപ്പോ ഭിന്നിച്ചിട്ടുണ്ട്. യുക്തിവാദികളെ ഓലിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. അതിലിപ്പോ പടച്ചോൻ ഇല്ലാന്ന് പറഞ്ഞാണ്ട് പോയതാണ്. ഇപ്പൊ യുക്തിവാദികൾ, ഞാൻ പേരൊന്നും പറയണില്ല, അതിൽ വല്ലാതെ നമ്മളെ കളിയാക്കിയിരുന്നു. അതിൽ മാന്യന്മാരുണ്ട്, നമ്മളോട് നിന്ന് പോയിട്ട് സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു ഇതുമില്ലാതെ വളരെ മോശം രൂപത്തിൽ ഖുർആനെയും നബിയെയും കളിയാക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടന്ന് പോയാൽ. അതിൽ ഏറ്റവും വലിയ ആള് എന്ന് പറയുന്ന ആളെ പറ്റി ഇപ്പം മറ്റൊരു പറയണ്ടോ പഠിച്ചോനാകാൻ ശ്രമിക്കാം, പഠിച്ചോൻ ഇല്ലാന്ന് പോയതാണ്. ഒരു പറയണ്ടോ നമ്മളൊരു പഠിച്ചോനാകാനാ ശ്രമിക്കണ്ടോ, അവനെ ശരിയാവില്ല. എന്നിട്ട് പോലും ഭയങ്കര തർക്കത്തിലാണ്. ഈ വോയിസുകൾ ചിലതൊക്കെ ചോരുണ്ടേ നമുക്ക് വലിയ ഹൈറൈകാർ അങ്ങനെ ചോർന്നാണ്. ഒരു യുക്തിവാദി മറ്റേ യുക്തിവാദിനോട് നേതാവ് മറ്റേ നേതാവിനോട് പറയാണ്, അതിന് വൈകുന്നേരമായ അവനോട് സംസാരിക്കാൻ പറ്റില്ല, അവൻ വള്ളത്തിലേക്ക് ഇറങ്ങും. ഓലാണ് ഇപ്പോൾ ഈ ഖുർആനെ വിമർശിക്കേണ്ടത്. ഓലനെ തമ്മിൽ പറയാണ്. അപ്പൊ പഠിച്ചോനാകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇസ്ലാമല്ലാത്ത ഒരു മാർഗം ഒരാൾ പിൻപറ്റിയാല് അത് അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല എന്നാണ് വിശുദ്ധ ഖുർആനില്. ഇതേ സൂറത്തിൽ തന്നെ 103-ാം വചനത്തിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ മുസ്ലിമായി മരിക്കണം. 103-ാം ആയത്തിൽ ആലി ഇമ്രാനിൽ പറയുന്നത്, സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അവരെ മരണം മുസ്ലിമായിട്ടേ മരിക്കാവുന്നതാണ്, അല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ്. പടച്ചോന് അങ്ങനെയുള്ളൊരു മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ മുസ്ലിമായിട്ട് മരിക്കണം എന്നുണ്ടാവുമ്പോഴേ അതായാൽ പിന്നെ നമുക്കൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാൽ, ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പയാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായി. അങ്ങനെ
ഒക്കെ കഴിഞ്ഞ് നമുക്ക് വലിയ പരാജയം സംഭവിച്ചാളോ. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹുവിന്റെ അരികെ ചെന്നപ്പോൾ മൂപ്പരാരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്താ സംഭവം വെച്ചാൽ മുനാഫിക്കുകൾ നല്ലോണം കളിച്ചിരുന്നു. ഒരു വീടാന്തരം കയറി ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പം കണ്ടില്ലേ, നിങ്ങൾ മുഹമ്മദ് നബിയാണ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയാണ് പോയി. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരായിട്ട് നിൽക്കേണ്ടവരാണല്ലോ. അപ്പോൾ വേഗം നമ്മൾക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ നമ്മളാണ് ഇറങ്ങാൻ പാടില്ല. ആ ഇറങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് 10-20 ആൾക്കാർ എന്ത് ചെയ്ത് നഷ്ടപ്പെട്ട്. ഇതൊക്കെ നമുക്ക് ഇനി തിരിച്ചു കിട്ടുമോ, പോയവർക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് വല്ലാതെ എന്ത് ചെയ്തു പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ ആൾക്കാർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും. ആ ഘട്ടമാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു ചോദിച്ചു, അല്ല ജാബിർ എന്തെങ്കിലും വിഷമം എന്താ? അദ്ദേഹം പറഞ്ഞു, നബിയേ വാപ്പ നമ്മളെ കുടുംബത്തിന് ഒരു നഷ്ടമായി. ജാബിർ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞു, കുടുംബത്തിന് ഒരു നഷ്ടമായി, വാപ്പ പോയല്ലോ, ആ വിഷമമാണ്. അപ്പൊ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചേരം ഇങ്ങനെ മിണ്ടാകുന്നു. അപ്പം തന്നെ ആ വിഷയത്തിൽ വിവരം കിട്ടുകയാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ അവസ്ഥ. നബി തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിനെ ഞാൻ എൻ്റെ ഇതിലുള്ള പരിഭാഷ പറയട്ടോ, എൻ്റെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആ ചരിത്രം, താരീഖ്. ജാബിർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. ജാബിർ റളിയല്ലാഹുവിനോട് നബി ചോദിച്ചു, അള്ളാഹുവിനെ ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ വാപ്പ കണ്ടുമുട്ടിയെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. എന്നാൽ നിങ്ങളൊപ്പാക്കൊരു ശ്രേഷ്ഠമായിട്ടിരുണ്ട് ഉഹദിൽ ഷഹീദായതുകൊണ്ട്. അതായത് റബ്ബിനെ നേരിട്ട് ദർശിക്കല് സ്വർഗത്തിൽ മാത്രമാണ്. പക്ഷെ നിങ്ങളുപ്പാക്ക് ബർസഖിയായ ജീവിതത്തിൽ സ്വർഗം നരകം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നടന്നൊരു സംഭവം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് റബ്ബിനോട് ആവശ്യപ്പെട്ടു, അത്ര എനിക്കൊന്നുകൂടി ദുനിയാവിലേക്ക് മടങ്ങണം, ഒരു യുദ്ധത്തിലും കൂടി പങ്കെടുക്കണം, ഒരു ഉഹദിലും കൂടി, എന്നിട്ട് ഒന്നുകൂടി എനിക്ക് ഷഹീദാകണം. നബി തങ്ങൾ പറയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞത്ര എൻ്റെ ഒരു വചനം മുൻകടന്നിട്ടുണ്ട്, ഒരു വട്ടം മരിച്ചാൽ പിന്നെ എന്തില്ല, രണ്ടാമത് സ്വാലിഹായ അമലുകൾക്ക് ദുനിയാവുക്കൊരു മടക്കപ്പെടൽ ഇല്ല, അതുകൊണ്ട് ഞാൻ അവസരം തരുന്നില്ല. അപ്പൊ ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ അള്ളാഹുവോട് പറഞ്ഞു എന്നാണ് നബി തങ്ങൾ പറയുന്നത്. എന്തറിയോ, അങ്ങനെയാണെങ്കിൽ എന്റെ ബാക്കിയുള്ളവർക്ക് ഓൽക്ക് ഈമാൻ കൂടാം, ഇതൊന്ന് പറഞ്ഞു കൊടുത്തുടയെന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ മുസ്ലിമായി ഷഹീദായി പോന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ മഹത്വം, ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നൊന്ന് ജനങ്ങളെ അറിയിച്ചുടയെന്ന് വെച്ചു. ആ സമയത്ത് ഇറങ്ങിയ ആയത്ത്, അപ്പണിറങ്ങിയ ആയത്ത്, അത് ജാബിർ റളിയല്ലാഹുവിനോട് ഓതി കൊടുക്കും. അതേതാ നിങ്ങൾ ആലി ഇമ്രാൻ സൂറത്തിലെ 169 ആയത്തൊന്ന് നോക്കി, 72 പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. എല്ലാവർക്കും സന്തോഷമായി. മുനാഫിക്കുകളൊക്കെ എന്നെ കയറി ഇറങ്ങി പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങളാൾ മരിച്ചില്ലേ, പെണ്ണുങ്ങളോട് പറയാം നിങ്ങളെ ഭർത്താവ് മരിച്ചില്ലേ, മക്കളോട് പറയാം നിങ്ങളെ വാപ്പ പോയില്ലേ. അപ്പൊ അല്ലാഹു പറയാണെന്ത്, എല്ലാവർക്കും ഒരു മറുപടിയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി നിങ്ങൾ വിചാരിക്കരുത്, അംവാത, അവർ മരിച്ചവരാണെന്ന്, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, മറിച്ച് അവര് റബ്ബിന്റെ അരികെ അവര് ഭക്ഷണം കഴിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരുമാണ്.
ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു തന്റെ കാരുണ്യത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം. അവർക്ക് പിറകെയുള്ളവർ, അവരിലേക്ക് വന്നു ചേരാത്തവർ, അവരുടെ കാര്യത്തിലും അവർ സന്തോഷത്തിലാണ്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊന്നും പേടിക്കേണ്ടതില്ല, ഒന്നും ദുഃഖിക്കേണ്ടതുമില്ല. ഇവരെ പറ്റി പറയാണ്. അപ്പൊ അവിടെ നോക്കൂ, അവർ ആത്യന്തിക ലക്ഷ്യം മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ചിലപ്പോൾ പെട്ടെന്ന് പോയാലും കുഴപ്പമില്ല എന്നുള്ളിടത്ത് ഓലെത്തി. കാരണം അത്രമാത്രം കൂലിണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചാലേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും നമുക്ക് അത്തരത്തിലുള്ള യാതൊരു റിസ്കും ഇല്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു അടിയന്തര ഘട്ടത്തിൽ ഇറങ്ങിക്കോളി, ഒരു യുദ്ധത്തിന് പോകണം എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ലായിരുന്നു? ആർക്കൊരു സംശയവും ഇല്ലായിരുന്നു. ഉടനെ അവരിറങ്ങുമായിരുന്നു. ഇറങ്ങേണ്ട സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരുപാട് പദവികൾ നൽകി. ഈ അവർ അള്ളാഹിന്റെ അരികെ പ്രത്യേകം ഭക്ഷണം കഴിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദില്ലേ? നമ്മൾ കരുതേണ്ട ഈ കഴിക്കലാവൂല, എങ്ങനെ നമുക്കറിയില്ല. ആത്മാവിനെ വെച്ചിട്ട് ഇപ്പൊ 1922 ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ വേറൊരു സഹാബി, ഈ രണ്ടു പേരുടെ ഖബറാണ് ബഗ്ദാദിൽ നിന്ന് അല്പം അകലെ കിടക്കുന്ന സ്ഥലത്ത് അവരുടെ ഖബർ അവിടുന്ന് മാറ്റിയത്. 1922 ചെയ്യുമ്പോൾ ഏകദേശം 13 നൂറ്റാണ്ട് പഴക്കമുള്ള ഖബറാണ്. ഒരു കുഴപ്പമില്ലല്ലോ, അന്ന് വലിയ വാർത്തയായിരുന്നു. ഇന്നത്തെ പോലെ ഈ ദൃശ്യമാധ്യമങ്ങൾ സജീവമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ക്ലിപ്പ് കാണാം. ധാരാളം ക്രൈസ്തവ പുരോഹിതന്മാര് ഇസ്ലാം സ്വീകരിച്ചു. 100 കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ. കാരണം ഇത്ര പഴക്കമുള്ള ഖബറ് ഇറാഖിന്റെ ഭരണാധികാരിക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചതാണ്, ഖബറിലേക്ക് വെള്ളം കയറുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് മാറ്റണം. ഒരേ സ്വപ്നം 3 വട്ടം കണ്ടപ്പോ അവിടുത്തെ പണ്ഡിതന്മാരുമായി കൂടിയാലോചന നടത്തിയപ്പോൾ അത് സത്യമായ സ്വപ്നമെന്ന് പറഞ്ഞ് ദുൽഹിജ്ജ മാസം ആദ്യത്തെ തിങ്കളാഴ്ച ളുഹ്ർ നിസ്കാരം എന്തായാലും ഖബറാണ് തുറന്നത്. അതിലൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ടാണ് നമ്മൾ വിമർശകർ വന്നത്. പക്ഷേ ഒരു ഒടിച്ചിലും മുറിച്ചിലും ഒന്നും ഇല്ലാതെ നേരെ കിടക്കുകയാണ്. ഖബർ മാറ്റി. അത്ഭുതമല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ശുഹദാക്കൾ, അതാണ് ശുഹദാക്കൾ. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമാകണമെന്നുള്ളൂ, അങ്ങനെ മരിയ, അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളടത്താണ്. അതുകൊണ്ടല്ലേ ഷഹീദിന്റെ മയ്യത്ത് വിളിപ്പിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ നബിതങ്ങൾ പറഞ്ഞെന്താണ്? എന്റെ പിതൃവ്യന്റെ ജനാസ മലക്കാൾ വിളിപ്പിച്ചു എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മലക്കാൾ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ആവശ്യമില്ലാന്ന് നമ്മളോടാണ്. കറാമത്ത് എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിന്റെ ജനാസ മലക്കാൾ കുളിപ്പിച്ചു. മൂപ്പരാണ് ഇതിന്റെ നേതാവ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു അല്ലേ, അവർക്കൊക്കെ ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അതിന് ഏതറ്റം വരെ പോകാനുള്ള തയ്യാറായി. അനുസരണം പരിപൂർണമായിട്ടുള്ള അപ്പോഴാണ് ജീവൻ കൊടുക്കാനും അവർ തയ്യാറാകുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നതാണ്. ഏതായാലും നമ്മളോട് കൽപ്പിക്കാൻ പറയാം. ഇനിയിപ്പോ നമുക്ക് തന്നെയാണ് ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾക്ക് എന്തുണ്ടാകരുത്? മുസ്ലിം ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രയാസങ്ങൾ. അങ്ങനെ ചിന്തിക്കണ്ട. ഇതൊന്നും റബ്ബ് കാണാത്തോണ്ടല്ല, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ദുന്യാവിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു. അത് ദുന്യാവിന്റെ സ്വഭാവമാണ്. അപ്പൊ എത്ര കാലം നമ്മളിപ്പോ ഒരു കൊല്ലത്തിലധികമായി അക്രമികളായ ആളുകൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഒരു 40 കിലോമീറ്ററിന്റെ ഇടയിലാണ് ഇവര് ഈ ബോംബും മിസൈലും വർഷിച്ചിട്ട് തീഗോളാക്കുക. എത്ര ആളുകളാണ് അല്ലേ നഷ്ടപ്പെട്ട നമുക്ക്? എത്ര ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടു? ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. ഈ ഇസ്രായേൽ ചെയ്യാന്നേ ഉള്ളൂ, ചെയ്യിപ്പിക്കുന്ന മുഴുവൻ അമേരിക്ക എല്ലാം സഹായം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാം ഇമ്പറന്നും ദ്വാരുന്നു പഠിച്ചനെ. ശത്രുക്കൾക്കൊരു പരാജയം അതൊരു പാടാകണം, ഒരു ആയത്താകണം ലോകത്തിനാകെ. അതിപ്പോ ഇന്നലെയാണ് ഇപ്പോൾ കുറച്ച് കിട്ടിയത്. 35,000-ഓളം ഏക്കർ സ്ഥലമാണ്. അതായത് 40 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇവിടെ ഈ ഗസ ഈ പ്രയാസപ്പെടുത്തിയത്. ഇതിനൊക്കെ കാരണക്കാരൻ ലോക ചട്ടമ്പി അമേരിക്കയാണ്. അല്ലാഹു തആല കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും അടക്കം നോക്കുങ്ങൾ കാട്ടുതീയാണ് കൊടുത്തിട്ട് എന്താണ് അഗ്നിയുടെ ഗൗരവം എന്താന്ന് പഠിപ്പിച്ചില്ലേ? എന്താ തീപിടുത്തം? ഇന്നിപ്പോ അമേരിക്കയിൽ കുടിവെള്ളത്തിന് ക്ഷാമമാണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഒന്ന് മഴല്ല,
ആ ബുദ്ധിമുട്ട്. അതിന്റെ പുറമെ ഈ തീ കെടുത്താൻ വേണ്ടിയിട്ട് അവസാനം വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നു. ഹെലികോപ്റ്ററിലൊക്കെയാണ് അടിക്കേണ്ടത്, പക്ഷെ അവസാനം വെള്ളം തീർന്നുപോയി. ഇപ്പൊ മനസ്സിലായല്ലോ. നോക്കൂ, ഇപ്പൊ ലാസ്റ്റ് കണക്ക് ഇവര് പുറത്തു വിട്ട കണക്ക് തന്നെ 2 ലക്ഷം പേര് അഭയാർത്ഥികളാണ്. പഠിച്ചേ മതിയാകൂ. ഇതൊക്കെ ബുദ്ധിമുട്ടെന്ന് അറിയട്ടെ. കാരണം ഗസയിലെ തകർന്ന വീടിന്റെ അരികെ കരയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അമേരിക്കയിലെ ഒരു സിനിമാ താരം എന്ത് ചെയ്ത് ഫേസ്ബുക്ക് ഇട്ട് പോസ്റ്റ് ഇട്ട് മുഴുവൻ തീർക്കണം എന്നിട്ട്, ഫലസ്തീനിലെ അവസാനത്താളെ ഇത് തീർക്കണം എന്നിട്ട്. അയാളിപ്പോ ഇന്നലെ ചാനലിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം കൊട്ടാര സമാനമായുള്ള വീട് വെണ്ണീറായിട്ടുണ്ട്. പടച്ചം കൊടുത്താണത്, അള്ളാഹ് കൊടുത്താ. ഇതാണ് പടച്ചം കാണിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ ഖുർആനിൽ 2 സ്ഥലത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ശത്രുക്കളുടെ പീഡനങ്ങളെ പറ്റി അള്ളാഹ് അശ്രദ്ധവാനാണ്, നിങ്ങൾ കരുതണ്ടട്ടോ. ഇതൊന്നും കാണാത്തോണ്ടല്ല. അതൊക്കെ ഓരോന്നിനും അള്ളാഹു തആല ഓരോ സമയം കണക്കാണ്. അബൂജഹൽ അമ്മാതിരി കളികളിച്ചു, അതിന്റെ അടിയിൽ നബിതങ്ങൾ എന്തൊക്കെ സഹിച്ചു. അവസാനം പൊട്ടങ്കറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ഘട്ടം വന്നില്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിന്റെ പേരിൽ എങ്ങനെ പീഡിപ്പിച്ചു, അടിച്ചിട്ട് ചുണ്ടും പിന്നെ മൂക്കൊക്കെ പൊട്ടിച്ചല്ല, ചെരുപ്പോണ്ട് അടിച്ചിട്ട്. അന്ന് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞാണ് ഇന്നഹു സയഅലമു അറിയും. അതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്ത് വെട്ടിയത്. എന്ന മാർക്ക് ഇപ്പോൾ നോക്കുങ്ങൾ എത്തപ്പോ ഇവിടെ 40 കിലോമീറ്ററിന് പകരം 121 കിലോമീറ്റർ, 3 ഇരട്ടിയാണ് വിസ്തൃതിയിലാണ്. 35,000 വരുന്ന ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൽ 10,000-ത്തിലധികം വലിയ വീടുകളും കെട്ടിടങ്ങളുമാണ് തകർന്നത്. ഒന്നുമല്ലാതെ പോയി, അതിൽ മുതലൊക്കെ നശിച്ചു. അതും നല്ല VIP ഏരിയ. ഒരു കാലത്ത് എയ്ഡ്സ് വന്നത് ലോസ് ആഞ്ചലസിനാണ്, മുംബൈ വഴി ഇങ്ങനെ നമ്മളവിടേക്ക് എത്തി. ആ അടക്കം പടച്ച റബ്ബ്. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, കരഞ്ഞു ഓടാണ്. ഓരിങ്ങനെ ശീതീകരിച്ച റൂമിൽ ഇരുന്നിട്ട് കാണായിരുന്നു പലസ്തീനികൾ ഇറങ്ങാറുണ്ട്. നമ്മളിപ്പോഴും സന്തോഷിക്കണമെന്നില്ല, പക്ഷേ ഇത് ലോകത്തിനൊരു പാടാ. പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടത്തെ അവിടെ ഇപ്പോ ഉള്ളവര് എതിർക്കാൻ ഇപ്പൊ ഒരു കാരണം എന്താ? ഇതിനെ തടയാൻ കഴിഞ്ഞില്ല, തീരെ തടയാൻ കഴിഞ്ഞില്ല. ഓലോ പറയേണ്ടതോ എല്ലാ നിലക്കും സാങ്കേതികമായി ഞങ്ങൾ ഉയർന്ന രാജ്യമാണ്, ആനയാണ് ചേനയാണ്. എവിടെ മുമ്പ് കൊടുങ്കാറ്റ് വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ്. റോട്ടിൽ നിർത്തിയിട്ട കാറൊക്കെ പാറ്, നിർത്തിയിട്ട വണ്ടി. ഓൽക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോ സിറിയ അതല്ലെങ്കിൽ ഇപ്പൊ താലിബാനോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒക്കെ ചെയ്താണെങ്കിൽ അപ്പേരിൽ കുറെ മുസ്ലിം രാജ്യങ്ങൾ ഇവർ ചുട്ടരിക്കും. സാധനം ഇങ്ങനെ ഒരിക്കൽ ചെയ്യല്ല. ഇതിപ്പോ ആരോടാ പ്രതിഷേധിക്കുക? പടച്ചം നേരിട്ടാണ് കൊടുത്താല്. ഇതെല്ലാവർക്കും ഒരു പാടാണ്, എല്ലാവർക്കും ഒരു പാടാണ്. വല്ലാതെ കളിക്കുമ്പോഴേ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇത്ര ഉള്ളൂ ഇതിന്റെയൊക്കെ കാര്യം. പടച്ച റബ്ബ് ചില ഏരിയകളിൽ വലിയ പ്രയാസങ്ങളെ നമുക്ക് തരും. എന്നിട്ട് നമ്മള് മനസ്സിലാക്കേണ്ട എന്താ, ഇങ്ങനെ വീട് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടും കണ്ടില്ല നിങ്ങള്. പിന്നെ തകർന്ന കെട്ടിടത്തിന്റെ ഒന്നും അല്ലാതെ ഒക്കെ തകർന്നു പോയതിന്റെ മേലെ ഇരുന്നിട്ട് ഖുർആൻ ഓതാ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. 12 വയസ്സായ കുട്ടിയാ ഓതുന്നത്. അതൊക്കെ ആലോചിച്ച് നോക്ക്, ഒരു കുട്ടിയാ ഓതുന്നത്. അത് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചൊരു സംഗതിയായിരുന്നു. 12 വയസ്സായ കുട്ടി, മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി, വീടൊക്കെ തകർന്നു, അതിന്റെ മേലെ ഇരുന്നിട്ട് അത് ഓതുന്നത്. ചില പരീക്ഷണങ്ങൾ വരും, അങ്ങനെ നമുക്ക് തന്നെ നഷ്ടം ഉണ്ടാവും, ആള് നഷ്ടം ഉണ്ടാവും, പല വർഗങ്ങളിൽ കുറവ് വരും. അങ്ങനെയൊക്കെ വരുമ്പോ നല്ലോണം ക്ഷമിച്ചോളി, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോളി, അവർക്കതിന് നല്ല കൂലി കിട്ടും. ഈ ആയത്തോതിയിട്ട് സമാധാനം അടയാണ്. നമ്മളൊക്കെ മക്കൾക്ക് ഫുഡൊന്ന് കുറച്ചൊന്ന് അതിൽ രുചി കമ്മിയായാൽ മതി, പ്രശ്നമാണ്. കൂലി കരുതിയത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ കണ്ണുമൂറും പാടുകയാണ്. ടൂറ് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഇതൊക്കെ എന്താ അറിയോ, ചുറ്റുഭാഗത്തെ പറ്റിയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഈ ചുറ്റുഭാഗത്ത് നടക്കുന്ന ലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. ഓല് സ്പോർട്സ് പേജൊക്കെ നോക്കും. ആ ലോക വിവരങ്ങളൊക്കെ ഓൽക്കുണ്ടാവും. ആരൊക്കെയാണ് നല്ല കളിക്കാർ, അതിപ്പോ എവിടെ എത്തി, അടുത്ത വേൾഡ് കപ്പ് എവിടെയാണ്, അവിടെ എന്തായിരിക്കും അവസ്ഥ, സൗദിയിലാണ് ഇപ്പൊ കള്ളു കുടിക്കാൻ പറ്റുമോ ഓൽക്ക്, ഇതൊക്കെയാണ് പറ്റില്ല. എന്നാ ഇങ്ങനത്തെ ചിന്തിക്കുക. ഇങ്ങനെ കുറെ ആളുകൾക്ക് പരീക്ഷണമുണ്ട്. പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണില്ലാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചിന്തിക്കാത്തോണ്ടാണ്.
കഴിഞ്ഞ ആഴ്ച ഞാൻ ആളെന്നും പറഞ്ഞില്ല, നമ്മളെ ഒരു സഹോദരൻ തന്നെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയണം, നമ്മൾ കുറേ വലിയ വലിയ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ വിഷമകരമായൊരവസ്ഥ നമ്മളെ ക്ലാസ്സിൽ പണ്ട് അവരോട് പറഞ്ഞു. ഞാൻ അത് പറയേണ്ടതിനാ, എനിക്ക് പാഠം ഉൾക്കൊള്ളാനാണ്. അതായത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ക്ലാസ്സിൽ. അപ്പം ഈ പല വീടുകളിൽ നമ്മൾ കണ്ടുവരുന്നൊരവസ്ഥയാണ് എന്താ പറയുക, ഭർത്താക്കന്മാര് ഒരു സമയത്ത് അവർ നല്ലോണം കഠിനാധ്വാനം ചെയ്ത് നോക്കും വീട്. അപ്പൊ നല്ലോണം പൈസയൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. കുറച്ച് കൊടുക്കൽ കമ്മിയായാൽ ഇവരുടെ സ്വഭാവം മാറും. അപ്പൊ പെണ്ണുങ്ങളും മക്കളൊക്കെ ഒരു ഭാഗമായി ചില വീടുകളിൽ, എല്ലാവരും ഒന്നല്ല. അതിനിപ്പോ ഇത് നമ്മൾ പറയുമ്പോ ഇപ്പൊ സഹോദരിമാർ കേൾക്കട്ടെ എന്നാ അങ്ങനത്തെ ഒന്നും ക്ലാസ്സിനും വരൂല. ഒലിപ്പോഴും അവിടെ കുത്തിരിപ്പുണ്ടാക്കി കുത്തിരിക്കുണ്ടാവും. അതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒന്ന് വന്നാലല്ലേ. അങ്ങനെ ഒരു ഹതഭാഗ്യം എന്ന് പറയാ. അയാൾ പറയാണ്, മകൻ പറയാണ് അത്ര. എന്ത്? മകൻ പറയാണ് ഉമ്മാനോട്, ആ തേങ്ങ എന്റെ തലക്കൊന്നെ എറിഞ്ഞാൽ മതി, തന്റെ ജീവൻ പോയിക്കോട്ടെ എന്ന്. എന്നാലും തേങ്ങ വീണ പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു മകൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്ന എന്താ അറിയോ, പൊന്നാരന്മാരെ എങ്ങനെയതൊക്കെ പറയുന്നത്, ആ വാപ്പാന്റെ കണ്ണിന്ന് വന്ന കണ്ണീരുണ്ടല്ലോ, ഈ മൊബൈൽ കുടുംബമല്ലാരും കേട്ടോ. വാപ്പാന്റെ ചില്ലറല്ല, ഈ വാപ്പയൊക്കെ എല്ലാവരും ഓരോരുത്തർക്ക് അവരുടേതായ ഹക്കുണ്ടല്ലോ. നമ്മളെ സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ട എന്താ പറയുക, നിങ്ങള് കുടുങ്ങുമ്പോഴാണ് കൂടുതൽ ഒപ്പം നിൽക്കേണ്ടത്. കുടുങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. ഞാൻ നല്ല പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, വാപ്പ ഭയങ്കര അസ്വസ്ഥനാണ് ഉസ്താദേ. എന്നോട് പറയാ, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, വാപ്പ വളരെ അസ്വസ്ഥനാണ്. അപ്പം എന്താ, വളരെ ക്ഷീണിച്ചേക്കാരം, ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക, അമ്മ മൈൻഡ് ചെയ്യൂല. ആ അമ്മക്ക് പ്രശ്നം പിന്നെ ഇതാണ്, ഓൺലൈൻ ഇതിലാണ്, ദിക്കറിലാണ്. നിങ്ങളൊന്ന് ക്ലാസ്സിൽ പറയുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പിന്നെ അവനെ കണ്ടിട്ടില്ല, വലിയ മാറ്റമുണ്ടോ, ചായ ഉണ്ടായി കൊടുക്കണ്ടോ ഇല്ലേന്ന്. എന്താ ചെയ്യാ, ഇവരൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു നല്ലൊരു വർത്താനം ഉണ്ടല്ലോ, നല്ലൊരു വർത്താനം, അത് മാത്രം മതിയാവും ഭയങ്കര സാന്ത്വനം ലഭിക്കാൻ. കുറേ ഗൾഫുകാർക്ക് അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട്. ഇവർക്കൊന്നും എന്താ, ഇവരൊന്നും മനസ്സിലാക്കാത്ത അറിയില്ല. ഇവർക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല, ചിലർക്ക് പോയിക്കോട്ടെ 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 എന്നാണ്. ഇത് പൈസ എങ്ങനെ അയച്ചു കൊടുക്കുക, എന്നിട്ട് ഇവർക്ക് അവിടെ പോകാനും ഇവിടെ പോകാനും ഉള്ള മാമൂലുകൾക്ക് ഒന്നായിട്ടാണ് അയച്ചു കൊടുക്കുക. ഇത്ര ഒന്നായിട്ട് കൂട്ടിയിട്ട് ഇത്ര പൈസ അടുത്ത ആഴ്ച ആക്കി. ഇന്ത്യയിലൊക്കെയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ ചായ ഇവരെടുത്ത് കൊടുക്കേണ്ടി വരും. എന്നാ സന്തോഷം. എന്നാലും ഇത് മട്ടം പോലെ ആകുള്ളൂ. അത്രക്കും മാമൂലുകളല്ലേ, എവിടെയും കമ്മിയാക്കാൻ പറ്റല്ലോ, എവിടെയും കുറവാക്കാൻ വയ്യ. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് മനസ്സിലാക്കില്ല. അതുകൊണ്ട് സിറാത്ത് പാലാണ് കിടക്കൂല. അങ്ങനെ ഇമ്മി മക്കളൊക്കെ ഒരു ഭാഗമായി കണ്ട് നേരെ തിരിച്ചുണ്ട് കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു പേരൊക്കെ വലുതായ പിന്നെ പെണ്ണുങ്ങൾ പോരാൻ തോന്നല്. അതുകൊണ്ട് നമ്മൾ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയൊരാളും കൂടി വരണം എന്നുള്ളൊരാഗ്രഹം, ജീവിതത്തിന്റെ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ കുഴപ്പമുണ്ടാക്കുക, അങ്ങനെയുണ്ട്. അതിലേറെ കാണുന്നത് മറ്റേതാണ്. അതാ ഞാൻ പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചിലരൊക്കെ നമ്മൾ നേരിട്ട് വിളിച്ചാലൊക്കെ പറഞ്ഞാലൊക്കെ ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുക വെച്ചിട്ട് ഏതായാലും അത് ഒക്കെ ഉള്ളിൽ ആഴത്തിൽ ചിന്തിക്കാത്തതുകൊണ്ട് അതിനൊക്കെ ഖേദിക്കുന്ന ഒരു സമയം വരാണ്ട. ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില വഴികളുണ്ട്. ഇനി നമ്മൾ ഒക്കെ മനസ്സിലാക്കേണ്ട എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നത്തെ ഈ കല്യാണങ്ങളിലൊക്കെ നമ്മളെല്ലാം ശ്രദ്ധിക്കുക. കല്യാണങ്ങളിൽ അതാണ് നമ്മളെ ഏതുപോലെ ഞാനൊരു ഉദാഹരണങ്ങളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ബീഫ് തിന്നാൻ പറ്റില്ല, കുട്ടികളെ ബീഫ് പറ്റൂല. ഡോക്ടർ കർശന നിർദ്ദേശമുണ്ട്. കാരണം ബീഫാണ് തിന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് കഴിഞ്ഞാൽ ശരീരത്തിലാകെ എന്തൊക്കെയാണ് പൊന്തിയിട്ട് ഭയങ്കര ചോദിച്ചിലേക്കാണ്. എന്നാൽ ഇയാൾക്ക് ബീഫ് തിന്നാൻ വലിയ പൂതിയേക്കാണ്. ഇനി ഇയാൾ കല്യാണത്തിന് എന്തൊക്കെയാണ് അവസ്ഥ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നല്ല ബീഫും വെറ്റിയത്. അപ്പൊ അപ്പുറത്തെ ഇരിക്കേണ്ട സുഹൃത്ത് പറയും, ചെങ്ങായി ഇത് അങ്ങനെ ഒന്ന് നോക്കിയിട്ട് കല്ല, ഇജ്ജ് 2 കഷ്ണം എന്നൊക്കെ പറയും. ഓട്ടയിലേക്ക് കണ്ട് തിന്നൊക്കെ ഭയങ്കര രസം. അപ്പൊ മറ്റോ ഇജ്ജ് കൂട്ടിക്കവനെ, മനുഷ്യന്റെ കാര്യം എപ്പോഴാ മരിച്ചു പോകാൻ അറിയാൻ പറ്റൂല. ഡോക്ടർമാർ അങ്ങനെ തന്നെ പറയാ, ഇജ്ജ് തിന്ന ഓനും 2 ഇട്ടൊടുത്തു. അപ്പൊ ഇപ്പുറത്തിരിക്കണ്ടോ, ഇനിയിപ്പോ ഞാൻ മോശാണ്ടായിരുന്നു ഓനൊരു കോരി ഇട്ടൊടുത്തു, ഒക്കെ തിന്നു. മറ്റോലും അങ്ങനെയൊക്കെ പിന്നെ പുളിമ കയറ്റി ഓല് പോയി പല്ലുമ്പലൊക്കെ കുത്തിയാണ്ട് ഓല് പോയി. ഇവന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് ചൊറിച്ചിൽ തുടങ്ങി.
പെരുഞ്ചാ ഇടങ്ങാറാ കേട്ടോ, ഇടങ്ങാറാകാണ്. ഇപ്പം ഇനി ഡോക്ടറെ അടുത്ത് എന്നാൽ ഡോക്ടർ ചോദിക്കും നിങ്ങൾ ബീഫ് തിന്നോ? അപ്പോൾ ഞങ്ങളോട് മലയാളത്തിൽ പറഞ്ഞു എൻ്റെ അടുത്ത് വരണ്ട, പേരും ചീത്ത, ഇയാൾ ഇനി ഞാൻ തിന്നൂല, പുതിയൊരു മാർഗം പറഞ്ഞിരുന്ന് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ഇതേപോലെ കാരണം 2 ഘട്ടം വളരെ ശ്രദ്ധിക്കണം. ഒന്ന് വിവാഹം, ഒന്ന് യാത്ര. ഇന്ന് തീരെ ശ്രദ്ധയില്ലാത്ത ഞാൻ മനസ്സിലാക്കിയത് ഈ 2ആണ്. കാരണം യാത്രയിൽ ഏത് നേരത്തും അപകടത്തിന് സാധ്യത ഉണ്ട്. അതിന് വിധങ്ങൾ പറയുമ്പോൾ ഒട്ടകവും കുതിരയൊക്കെയാണ്. ഇന്ന് അതിലേറെ സാധ്യത ഉണ്ട്. ബ്രേക്ക് പോയത് ഇങ്ങോട്ട് വരെ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവ നല്ലോണം ശ്രദ്ധിക്കണ്ട. എന്നാൽ ശ്രദ്ധിക്കാത്ത യാത്രയിലാണ്, തീരെ ശ്രദ്ധിക്കാത്ത. അതേപോലെ നിങ്ങൾ വിവാഹം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കുടുംബജീവിതത്തിന്റെ ഉദ്ഘാടനമാണ്. 1 ദിവസത്തിന് 2 ദിവസത്തിനല്ല, അതങ്ങോട്ട് കൊളാക്കും. അത് ആ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് ഇപ്പോൾ, മറ്റേ സുഹൃത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ, ഇവർ പറയേണ്ടതിനനുസരിച്ചാണ്. റബ്ബേ, പുതിയാപ്പിള 10 മണിക്ക് നിക്കാഹ് പറഞ്ഞാൽ 10 മണിക്ക് കാറവിടെ വന്നു കൂട്ടാം പുതിയാപ്പിള ഇറങ്ങുന്നത്. പക്ഷെ പുതിയാപ്പിള അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പാടില്ല പോലെ, അതിനൊക്കെ കുറേ നിബന്ധന ഉണ്ട്, പുതിയ മസലകളാണ്. അത് ഫോട്ടോഗ്രാഫർമാർ നിർദ്ദേശിക്കുകയാണ്, ഇനി ഓനെന്ന് അങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ എത്ര കാലം ഫോട്ടോ ആണ്, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു ഫോട്ടോ, പിന്നെ ഒന്ന് ഇങ്ങോട്ട് നിന്ന്, അതിനൊക്കെ ഭയങ്കര ഇത്. അവിടെ കാരണന്മാർക്കൊന്നും ഇടപെടാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറും ആവും സ്റ്റേജിൽ എത്താൻ. എന്നാൽ ഇവരൊക്കെ എത്തിയിട്ട് ഉസ്താദ് അവിടെ എത്തിയിട്ടില്ല, മൂപ്പരൊന്ന് മൂത്രയിക്കാൻ പോയതാണ്. 2 മിനിറ്റ് വൈകിയ കത്തി ഒരു ആൾക്കാർ, എവിടെ മോദിയുടെ ഞങ്ങൾ പോയിരിക്കുന്നുണ്ട്, അവിടെ നിലയിറങ്ങില്ല. എന്നാലോ 2 മണിക്കൂർ ഉസ്താദ് ഇരിക്കണം, ഇപ്പോഴും വന്നിട്ടില്ല. എന്താ പറയാ, ഇരിക്കട്ടെ ഉസ്താദ്, എപ്പോൾ കുട്ടികളെ ഇപ്പോഴത്തെ പുതിയ ഇറങ്ങലൊക്കെ അങ്ങനെ ഇരിക്കട്ടാ. ഒരു ചെറിയുണ്ട്, പഞ്ചാക്കുന്ന ചെറിയ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങോട്ട് ഓരോരുത്തർ തീരുമാനിക്കാം. ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നാണ് തനി ഹറാമ്. ആ ദുആൻ കഴിഞ്ഞാൽ കട ഉദ്ഘാടനം ചെയ്തമാർക്ക് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദുആർന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരാൾ പോയാൽ പിന്നെ സിനിമ നടിമാരിന് കയറണം, പിന്നെ ഡാൻസാണ്. പിന്നെ ഈ ബാറ്ററി താലുണ്ട് ചിലത് ചാടൽ, എന്നമാർക്കാണ് ചില ആൾക്കാർ അരമണിക്കൂർ ചാട്ടന്നെ എല്ലാവരും ചാടുക. അതോടുകൂടെ നല്ല ബിരിയാണി കൊടുന്നിട്ട് പിന്നേക്ക് വിഷം ഒഴിച്ചമാർക്കായി ഒക്കെ വെറുതെ. എന്നതുപോലെ നിക്കാഹ് നമ്മൾ നല്ലോണം തോരുന്നു, ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ ബൈനക്കുമ ഒക്കെ കഴിഞ്ഞാണ് പോയാൽ പിന്നെ പുതിയാപ്പിളി നിന്ന് സ്റ്റേജിൽ കയറി ഇനി ഇവലങ്ങനെ നിർദ്ദേശിക്കുന്നത് പോലെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. അള്ളാഹ് വിലക്ക് അത് എത്ര സമയം നീണ്ടു നിൽക്കുന്നോ അത്ര പരീക്ഷണം പോലെ ജീവിതത്തിൽ വരും. അത് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല മതബോധമുള്ളവരൊക്കെ ഇപ്പം അങ്ങനെ എല്ലാവരും വിവരമുള്ളവരും വിവരമില്ലാത്തവരൊക്കെ ഒരേപോലെ. അതിൻ്റെ അടിയിൽ നമ്മളെ പോലത്തെ സാധുക്കൾ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുകയാണ്. നമ്മൾ ലോകം തിരിയാത്തവരൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ കാണാൻ തന്നെ ചില ആൾക്കാർക്ക് വേറാണ്. അപ്പോ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക, അത്രയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുള്ളല്ലോ. ഏതായിരുന്നാലും പടച്ചറബ് മുസ്ലിമായിട്ട്, അതായത് അള്ളാനെ അനുസരിച്ച് ജീവിക്കാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, പ്രയാസമാണ്. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ എന്ത് ചെയ്യുക. അള്ളാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നോക്കൂ, കഴിഞ്ഞില്ല, ഇനി അടുത്ത ആയത്തോ وهو الذي إليه تحشرون وأن أقيموا الصلاة നിസ്കാരം നിലനിർത്തണം. വത്തഖൂ, അവനിക്ക് തഖ്വയോട് നിലകൊള്ളണം. വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അങ്ങനെയുള്ള അള്ളാഹുവിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക. അവിടെ നിസ്കാരത്തിന്റെ കാര്യം അള്ളാഹു തആല എന്ത് ചെയ്തു, അവിടെ പ്രത്യേകം ഒന്ന് സൂചിപ്പിച്ചു നിസ്കാരത്തിന്റെ കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ, നിസ്കാരം എങ്ങനെയുള്ളോ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു തആല അത് കൊടുത്തു എന്ന് മാത്രമല്ല, നിസ്കാരം ഒരു പ്രധാന ഘടകമായതുകൊണ്ടാണ്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തേണ്ട ഒരു കൂട്ടരായിരുന്നു. ഓൽക്കത് ഒഴിവാക്കാൻ പറ്റൂല. എല്ലാവർക്കും ഈ 2 അളവ് പാത്രം ഉണ്ടാവും കൃത്രിമം കാട്ടാൻ. അങ്ങനെ ആയിരുന്നു അവരുടെ നിലപാട്. അങ്ങനെയുള്ള ജനതയിലേക്ക് മഹാനായ ശുഐബ് നബി വന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവിടെ ഒരു നിസ്കാരത്തെ ആ വിഷയത്തിലേക്ക് വലിച്ചഴിച്ച സംഭവം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കുന്നത്. അതായത് ഓരോ ജനതക്ക് ഓരോ പ്രശ്നം. ഇപ്പൊ നമ്മൾ വീട്ടിലെ കുട്ടികളെ പോലെയാണ് ആ തഫ്സീറിൽ പറയുന്നത്. കുട്ടികളെ സ്വഭാവം എടുത്ത് നോക്കി. ഇപ്പൊ ചില കുട്ടികൾ ഉമ്മാനെയും വാപ്പനോടൊക്കെ നല്ല പെരുമാറ്റേക്കാരം, പുറത്ത് മഹാമോശേക്കാരം.
അങ്ങാടിയിലൊക്കെ വെറുതെ കച്ചറ ഉണ്ടാക്കുക. പെരിയെന്ന ഉഷാറാണ്. ചില കുട്ടികൾ നേരെ തിരിച്ചേക്കാരം. ഓൻ്റെ വാപ്പാനോട് പറയാണ്, കുഞ്ഞുമോനെ എടാ എൻ്റെ മരുന്ന് കഴിഞ്ഞിങ്ങനെ കൊണ്ടുവരണം. ഓൻ പറയാണ്, നിങ്ങൾക്ക് എപ്പോഴും മരുന്നുള്ള ചിന്തയുള്ളൂ, എനിക്കാവൂല, പണിയൊക്കെ ഒരു ദിവസം മരുന്നില്ലാതിട്ടൊന്നും വരൂല, ഏറിയ മരിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് വാപ്പാൻ അങ്ങനെയും വെറുപ്പിക്കുകയാണ്. ആ ഓൻ അവിടുന്ന് അങ്ങനെ തന്നെയാണ് ഇറങ്ങിയിട്ട് ഓൻ്റെ വാപ്പാൻ്റെ സുഹൃത്തുണ്ടായാലൊക്കത്ത് നേരെ അവിടെ പോയിട്ട്, അല്ല എത്ര വർത്താനം, മരുന്നൊക്കെ ശരിക്കും കുടിക്കണില്ലേ? മരുന്ന് ശരിക്കും കുടിച്ചണം കേട്ടോ. അയലോകത്ത് ഓൻ തേനൊലിപ്പിച്ചാണ് കണ്ടോ. ഇതൊരു സ്വഭാവമാണ്. ചില എല്ലാരോടും വല്ല ഉഷാറേക്കാരം താക്കം കിട്ടിയാൽ കട്ടെടുക്കും. ചില കുട്ടികളാണല്ലോ നിങ്ങൾ പൈസ എന്ന മാതിരിക്കാണ്. ഓരോ ജനതക്ക് ഓരോ പ്രത്യേകത. ഷുഹൈബ് നബിയുടെ ജനതക്കത് ഈ പൈസ കള്ളന്മാരെയാണ് അതിന് ഭയങ്കര. അപ്പൊ അവരോട് ഷുഹൈബ് നബി ഇങ്ങനെ പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ്, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും ഒരിക്കലും കമ്മി വരുത്തരുത്. ഇന്നി അറാക്കും ബിഖൈർ, ഞാൻ നിങ്ങളെ കാണുന്നത് സുഭിക്ഷമായ അവസ്ഥയിലാണല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തആല അത്യാവശ്യം നല്ലോണം തന്നു, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പണിയെടുക്കേണ്ടത്? എം.എ. യൂസുഫ് അലി സാറിന് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ച് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ മിമ്പറമ്മ എവിടുന്നോ 100 റുപ്യ അവിടുന്ന് ആ പള്ളിക്ക കിടക്കേണ്ട ആരോ മിമ്പറമ്മ കയറ്റിച്ചിരുന്നു. യൂസുഫ് അലി സാർ ആ 100 റുപ്യ എടുത്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും? പടച്ചോനെ, അയാൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യം. ഒരു ഉദാഹരണം പറയാം, അതിൽ 2ാം നമ്പറായിട്ടല്ലേ നമ്മൾ കാണാം. എന്നാ മാരിക്കാം, ഇവർക്കെല്ലാവർക്കും നല്ല സുഭിക്ഷമായ അവസ്ഥ കൊടുത്തിട്ട് പിന്നെ എന്തിനാ ഈ കൃത്രിമം? അല്ലെങ്കിൽ കൃത്രിമം പറ്റുന്നല്ല. ഇപ്പൊ ഭക്ഷണം കേൾക്കാൻ ഒന്നും കിട്ടാത്തൊരവസ്ഥ, ഒന്നും കിട്ടൂല, മരണം സംഭവിക്കാൻ പോവാണ്, ചത്തൊരു കോയുണ്ട്, അവ തിന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലല്ലോ. അപ്പൊ ഷുഹൈബ് നബി അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഓല് ഷുഹൈബ് നബിയോട് ചോദിച്ചതാണ്, നമ്മളെ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിന്നെ ഓര് പറഞ്ഞൊരു കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ? ഖാലൂ യാ ഷുഹൈബ്, പരിശുദ്ധ ഖുർആനിലെ ഹൂദ് സൂറത്തിലാണിത് പറയുന്നത്, 87-ാമത്തെ ആയത്തിൽ. ഖാലൂ യാ ഷുഹൈബ്, 231-ാമത്തെ പേജിലാട്ടോ, 231-ാം പേജിൽ 87-ാമത്തെ ആയത്തിൽ ഷുഹൈബ് നബിയോട് ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖാലൂ യാ ഷുഹൈബ്, ഓ ഷുഹൈബേ, അസ്സലവാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ, ഓ ഷുഹൈബേ, താങ്കളോട് ഈ കാര്യങ്ങൾ കൽപ്പിക്കുന്നത് താങ്കളുടെ നിസ്കാരമാണോ? എന്താ കൽപ്പിക്കുന്നത്? അന്നത്രുക മാ യഅബുദു ആബാഉനാ, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ച വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്നതിന് അതിനെ എതിർക്കാൻ താങ്കളോട് കൽപ്പിക്കുന്നത് അങ്ങയുടെ നിസ്കാരമാണോ? ഔ അന്നഫഅല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഹിതം പോലെ ഞങ്ങൾ ചെയ്യും, അത് ഉപേക്ഷിക്കണമെന്ന് താങ്കളോട് പറയുന്നതും നിസ്കാരമാണോ? 2 കാര്യമാണ് പറഞ്ഞത്. അല്ലാഹുവല്ലാതെ ആരാധിക്കാൻ പാടില്ല, അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തരുത്. അപ്പൊ ഇവര് ചോദിക്കുക, ഞങ്ങളെ വാപ്പാരും വല്യപ്പാരൊക്കെ ആരാധിച്ച വിഗ്രഹങ്ങൾക്ക് ആരാധിക്കണ്ടെന്ന് താങ്കൾ പറയാൻ കാരണം ഞങ്ങളെ പണം സമ്പത്ത് ഞങ്ങളെ യഥേഷ്ടം ഉപയോഗിക്കേണ്ട എന്നും അതിനും താങ്കൾ തടസ്സം നിൽക്കുന്നത് നിസ്കാരമാണോ അതിന്റെ കാരണം? അതിന് നമ്മൾ വലിയൊരു പോയിന്റ് മനസ്സിലാക്കണം. അതാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളെ നിസ്കാരം തടയുന്നതാണ്. അത് ഓലും കൂടി മനസ്സിലാക്കി. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നിസ്കരിക്കുന്നുണ്ടോ ഓലെടുത്ത് ഇങ്ങനത്തെ തരികിട ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുറെ നിസ്കാരക്കാരിൽ നിന്ന് തരികിട കാണുന്നതോ നിസ്കാരമല്ല, അതിന് നിബന്ധന ഒത്തിട്ടില്ല. നമ്മളിങ്ങനെ കാഴ്ചയിൽ കണ്ടിട്ട് കാര്യമില്ലല്ലോ, അത് പുറത്തേക്ക് അങ്ങനെയാണ്, പ്രത്യക്ഷത്തിലാണ്. അതിന്റെ നിബന്ധനകളൊന്നും ഒത്തിട്ടില്ല. അത് യഥാർത്ഥത്തിൽ നിസ്കാരം ആകുന്നില്ല, ഡൂപ്ലിയാണത്, ഒറിജിനലല്ല. അതുകൊണ്ടാണ് ഇവര് പോലും കണ്ടോ, ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്ക് വല്ലാത്ത വിശുദ്ധി ഉണ്ട് എന്ന് അവർക്കറിയാം. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല നിസ്കാരം പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൂദ് സൂറത്തിൽ അങ്ങനെ അവർ ചോദിച്ചത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അത് ഇവിടേക്ക് ചേർത്തിയാണ്. എന്തായിരുന്നാലും ഈ വിഷയം ഇവിടെ പറയുന്ന സമയത്ത് ഇവിടെ പ്രത്യേകം അല്ലാഹു തആല നിസ്കാരത്തെ പറ്റി പറയാണ്. അഖീമുസ്സലാഹ്, നിസ്കാരം നടത്തണം.
മാത്രമല്ല വത്തഖൂഹു, അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണം. വഹുവല്ലദീ ഇലൈഹി തുശറൂൻ, അങ്ങനെയുള്ള അല്ലാഹുവിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, അള്ളാഹുവാണ് ആകാശഭൂമികളെ ന്യായമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ് അവന്. ഈ ആകാശങ്ങളെയും ഭൂമിയൊക്കെ വെറുതെ അങ്ങനെ അവിടെ ഇവിടെയും പൊറുക്കിച്ചല്ല, ഓരോന്നിനും അതിൻ്റെതായ ചില ന്യായങ്ങളുണ്ട്, വളരെ വ്യവസ്ഥാപിതമാണ്. വയൗമ യഖൂലു കുൻ ഫയകൂൻ, മാത്രമല്ല അവൻ പറയും എന്ത്, ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അവിടെ യൗമിന് പ്രത്യേക അർത്ഥമില്ല എന്നുള്ളതാണ്. വയൗമ യഖൂലു കുൻ ഫയകൂൻ, ഒരു വസ്തുവിനോട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതെന്തെയും അത് ഉണ്ടാകുന്നതാണ്. ഖൗലുഹുൽ ഹഖ്, അത് സത്യമായ വാക്കാണ്. വലഹുൽ മുൽക്കു, രാജാധികാരം അവനാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിനം. ആലിമുൽ ഗൈബി വശഹാദ, അല്ലാഹു അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ്. വഹുവൽ ഹകീമുൽ ഖബീർ, അവന് യുക്തിമാനാണ്, അഗാധജ്ഞാനിയുമാണ്. ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥങ്ങൾ. നമ്മളിങ്ങനെ അർത്ഥം വെച്ച് പോകുമ്പോൾ കാര്യമായിട്ടൊന്നും കാണൂല. നോക്കൂ, ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം റബ്ബിന് ഉച്ചരിക്കണ്ട, അത് ദിവ്യമായ കൽപ്പന. നമ്മളിപ്പോ ഒരു ബട്ടൺ അമർത്തുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ കുൻ പറയല്ലോ, റെഡി 1 2 3 അറിയുമ്പോൾ ഓടിക്കൊണ്ടി പറഞ്ഞാൽ പറയാൻ വേണം. അങ്ങനല്ല, അള്ളാഹ്ക്ക് ഒരു വസ്തു ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അവൻ്റെ ഒരു ഇറാദത്തിൽ ഉദ്ദേശം ഉണ്ടായാൽ തന്നെ പ്രശ്നമുണ്ടാക്കാൻ കഴിയും. അപ്പൊ തീക്കാറ്റൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്ര ഏക്കർ സ്ഥലം പെട്ടെന്ന് കത്തിക്കണം നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ലല്ല, കഴിയൂല. നമുക്ക് ഈ കത്തിക്കണമെങ്കിൽ അത്ര ഏക്കർ വേണ്ട കടലാസ് കത്തിക്കണമെങ്കിൽ അതിന് തീ കിട്ടണേ നമുക്ക്. അത് നമുക്ക് ഇല്ലായ്മയെന്ന് പടക്കാൻ കഴിയൂല. ഓരോന്നും എല്ലാ കാര്യങ്ങളും. പക്ഷെ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം യാസീൻ സൂറത്തിൽ പറഞ്ഞല്ലോ, ഇതാറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതാണ്. അപ്പുറത്ത് യാമന്നാളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇപ്പൊ അള്ളാഹുവിനിക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ല, ഒക്കെ തകർന്ന് തരിപ്പണമാക്കാം. അതാണ് പറയുന്നത് ഖൗലുഹുൽ ഹഖ്, അത് സത്യമായ വാക്കാണ്. വലഹുൽ മുൽക്ക്, രാജാധികാരം അവനാണ്. ഇന്ന് അധികാരം ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. അതൊന്നും എന്തല്ല പരമാധികാരം എന്ന് പറയാൻ പറ്റില്ല, അത് നീങ്ങിപ്പോവാം. ഇതിനൊരു ടൈം ഉണ്ടാവും. എല്ലാ കാലത്തും ഒരാൾ തന്നെ ഭരണാധികാരിയാകാൻ നടക്കുവോ? ഇല്ലല്ല, അതൊക്കെ നീങ്ങും. ഈ സൂർ എന്ന കാലത്തിൽ ഊതപ്പെടുന്ന ഒരു ദിനം, അന്ന് രാജാധികാരം അവനാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാണ്, പ്രതിഫലദാന ദിനത്തിന്റെ ഉടമസ്ഥൻ. അങ്ങനെ ഇതൊക്കെ പറയാൻ കാരണം എന്താ? സൂർ എന്ന കാലത്തിൽ ഊതപ്പെടുന്ന ദിനം മുൽക്ക് അവനാണെന്ന് പറഞ്ഞാല് അല്ലാത്ത സമയത്ത് ഇത് അംഗീകരിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവും. പക്ഷെ ഈ സമയത്ത് ഇനി ആരും അംഗീകരിക്കാത്തതായിട്ടുണ്ടാവില്ല, എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഒന്ന് ദുന്യാവിലേക്കൊന്ന് മടങ്ങാനും തെറ്റൊക്കെ ഒന്ന് തിരുത്തിയിട്ട് പോകാനും വരെ ആഗ്രഹിക്കുന്ന. അതാണ് അങ്ങനെ. അല്ലാതെ സൂറന്ന കാലത്തിൽ ഊതപ്പെടുന്ന ദിനത്തിൽ മാത്രമല്ല അധികാരം മുഴുവൻ അല്ലാഹ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് സമ്മതിക്കാൻ പലർക്കും മടിയാണ്. അല്ലാഹു തബാറക സൂറത്തിൽ പറഞ്ഞില്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. രാജാധികാരം ഏതൊരുത്തന്റെ അധീനതയിലാണോ അവൻ അനുഗ്രഹ സമ്പൂർണനാണ്, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. നാളെ പരലോകത്ത് നമുക്ക് റെക്കമെൻഡിന് വരുന്ന 30 ആയത്തുകളിൽ 1-ാമത്തെ ആയത്ത് അവിടെ മുൽക്കിനെ പറ്റി പറയുന്നു. ആലി ഇമ്രാനിലും പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അങ്ങനെ പറഞ്ഞോളൂ, രാജാതിരാജനായ നാഥ. ആർക്കും അങ്ങനെ പറയണമെന്ന്. അപ്പൊ ഇവിടെ അല്ലാഹു പറയാണ് മുൽക്ക് അവനിക്കാണ്. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. നമുക്കെല്ലാം അറിയാൻ കഴിയില്ല, നമുക്കൊരാളുടെ മനസ്സിലുള്ള നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യം അദൃശ്യം എന്നുള്ള വ്യത്യാസമല്ല, അത് പ്രത്യക്ഷമായതും പരോക്ഷമായതൊക്കെ സമ്പൂർണമായി അറിയുന്നവനാണ് അല്ലാഹു. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ യുക്തിമാനാണ്, ഉള്ളുകള്ളി അറിയുന്നവനാണ്. വെറും അലീമല്ല, വെറും ജ്ഞാനി എന്നുള്ള അർത്ഥത്തിനല്ല, തത്വജ്ഞാനിയാണ്, യുക്തിമാനാണ് അവൻ. നമ്മൾ ചിലപ്പോൾ വലിയ യുക്തി എന്നൊക്കെ പറയും, ലാസ്റ്റ് കൊളാവും. നാളെ നമ്മളിപ്പോൾ ഈ ബഹിരാകാശ യാത്രയ്ക്ക് നടക്കുമ്പോൾ കണ്ടില്ലേ, നാസയിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ കേന്ദ്രത്തിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് കണ്ടില്ലേ,
ഇത് വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. ഖണ്ഡിതമായി പറയില്ല. കഴിഞ്ഞിട്ട് പിന്നെ ലഡു വിതരണം, മധുര വിതരണം, പിന്നെയാണ് ആഹ്ലാദം. കാരണം ഉറപ്പില്ല. എങ്ങനെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാലും ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും ഇല്ലല്ലോ. ഇതിന് വരുവോളം പിന്നെ അങ്ങനെ പുറത്തേക്ക് ഭയങ്കര അത് തോൽക്കേണ്ട സ്ഥാനാർത്ഥിയും പറയും എന്തായിരുന്നാലും ജയിക്കും, എന്തായിരുന്നാലും ജയിക്കും, നാളെ ഈ നേരം നാട്ടെ എന്നൊക്കെ പറയും. പിന്നെ അവരെ കാണൂല. നമുക്കൊന്നും ഖണ്ഡിതമായിട്ട് പറയാൻ കഴിയില്ല. പുറത്തേക്ക് എന്ത് പറഞ്ഞാലും സംഗതി ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. എങ്ങനെയാണ് വരിക എന്നുള്ളത്, ഇതെങ്ങനെ, ഇത് ലാസ്റ്റ് എവിടെ എത്താന്നല്ലേ നമുക്ക് പറയാൻ പറ്റും? ഇത് പറയാൻ പറ്റില്ല. അള്ളാഹു അവൻ യുക്തിമാനാണ്, ഹക്കീമാണോ, ഖബീറാണ്. ഖബീറാണ് ഉള്ളുകള്ളി അറിയാം, എല്ലാം അറിയാം. എന്താ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനറിയാം. ഒന്നും അവൻ്റെ മുന്നിൽ മറച്ചേക്കാൻ കഴിയൂല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أندعو من دون الله ما لا ينفعنا ولا يضرنا. നബി അങ്ങ് പറഞ്ഞോളൂ, അള്ളാഹുവിനോട് കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ ഒരു ഉപകാരമോ ഉപദ്രവമോ നമുക്ക് ചെയ്യാൻ കഴിയാത്ത അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ഞങ്ങൾ ഒരിക്കലുമില്ല. വനുറദ്ദു അലാ അഅഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. അല്ലാഹു ഹിദായത്ത് നൽകിയതിന്റെ ശേഷം പിന്നിലോട്ട് മടക്കപ്പെടുകയോ ഇല്ല, ഒരിക്കലുമില്ല. കല്ലദി ഇസ്തഹവത്തുഹു ശയാതീൻ. ശൈത്താൻ വഴിവഴപ്പിക്കുന്ന പോലെ ഫിൽ അർളി, ഭൂമിയിലെ മരുഭൂമിയിലെ, ഹൈറാന, അങ്ങനെ പരിഭ്രാന്തനായി നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ. ലഹൂ അസ്ഹാബ്, അവന് ചില കൂട്ടുകാരുണ്ട്. യദഊനഹു ഇലൽ ഹുദഇന, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ശരിയായ വഴിയിലേക്ക് ആ സുഹൃത്തുക്കൾ അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധിയുള്ള അവൻ എന്ത് ചെയ്യും? ആ സുഹൃത്തുക്കളൊപ്പം കൂടും. എന്നാ ഓന് ലക്ഷ്യത്തിലെത്താം. പിന്നെ ഓനെ അവരെ അവഗണിച്ചു പോയാലോ? മരുഭൂമിയിൽ നട്ടം തിരി. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹുവിന്റെ മാർഗദർശനം, അതാണ് യഥാർത്ഥത്തിൽ മാർഗദർശനം. വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ റബ്ബിനെ അനുസരിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, തഖ്വ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നും കൽപ്പിക്കപ്പെട്ടു. വഹുവല്ലദീ ഇലൈഹി തുശറൂൻ. ആ അല്ലാഹുവിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും ന്യായമായ രൂപത്തിൽ സൃഷ്ടിച്ചു. വയൗമ യഖൂലു കുൻ ഫയകൂൻ. അവനൊരു വസ്തുവിനോട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ദിവ്യകൽപ്പനയുണ്ടാകുമ്പോൾ അതുണ്ടാകും. ഖൗലുഹുൽ ഹഖ്, അത് സത്യവചനമാണ്. അതാണ് ഖൗലുഹുൽ ഹഖ്, സത്യമായ വചനമാണത്. വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിനം അധികാരം മുഴുവനും അവനിക്കാണ്. ആലിമുൽ ഗൈബി വശഹാദ, അവന് അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ്. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ യുക്തിമാനും അഗാധജ്ഞാനിയുമാകുന്നു, ഉള്ളുകല്ലി അറിയുന്നവനുമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ വനുറദ്ദു അലാ അഅഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹു കല്ലദി ഇസ്തഹവത്തുഹു ശയാതീനു ഫിൽ അർളി ഹൈറാന ലഹു അസ്ഹാബുൻ യദഊനഹു ഇലൽ ഹുദഇനാ. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ وأمرنا لنسلم لرب العالمين وأن نقيموا الصلاة واتقوه وهو الذي إليه تحشرون
وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير. صدق الله العلي العظيم.